ഒരു രാത്രിയും കൂടി ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ വേണം. നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് എല്ലാവർക്കും ഒരുക്കി തന്ന നല്ല സാവകാശത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ദൈവം ചെയ്യുന്ന ഉപകാരങ്ങളെ ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയം എപ്പോഴും നന്ദിയാൽ നിറഞ്ഞ് കർത്താവിനെ സ്തുതിക്കുവാനും നന്ദിയുള്ളവരായി കർത്താവിൻ്റെ പാദപ്രദങ്ങളായിരിക്കാനും കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. നാം ഈ ലോകത്തിൽ ഒരു വിശുദ്ധ ജീവിതം ചെയ്യുവാൻ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നു എന്നുള്ളത് നാം അറിയാതിരിക്കരുത്. നമ്മെ കർത്താവ് വിളിച്ചതിൻ്റെ ശ്രേഷ്ഠത നമ്മൾ നാളെ ഗ്രഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ കുഞ്ഞുങ്ങളെല്ലാവരും തങ്ങളുടെ ജീവിതത്തിൽ കേൾക്കുന്ന ദൈവത്തിൻ്റെ തിരുവചനത്തെ ഹൃദയപൂർവ്വം അനുസരിക്കുന്നവരായി മാറുവാൻ കർത്താവിൻ്റെ കൃപ നമ്മുടെ മേൽ പകരും. റോമിലെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് അവർ കേട്ട വചനത്തെ ഹൃദയപൂർവ്വം അവർ അനുസരിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നവരായി മാറുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കഴിഞ്ഞ രാത്രി നാം ചിന്തിച്ചതായ ആ വേദഭാഗം തുടർന്ന് ചിന്തിപ്പാൻ ഗുണം ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. നാം ഇന്നലെ അതിൻ്റെ ഒരു ഭാഗം മാത്രം ചിന്തിപ്പാൻ ഗുണം നമ്മുടെ ആയിത്തീർന്നു. ഞാൻ എൻ്റെ സഭയെ പണി. കർത്താവായ യേശു ക്രിസ്തു സകലത്തിൻ്റെ മേലും അധികാരം പ്രാപിച്ചവനായി ഫിലിപ്പിലെ 2-ാം അധ്യായത്തിൽ പറയുമ്പോൾ അതിൻ്റെ 6 മുതലുള്ള വാക്യങ്ങളിൽ പറയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, അവൻ ദൈവരൂപത്തിലേക്ക് ദൈവത്തോട് സാദൃശ്യം മുറുകെ പിടിച്ചോളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി മരണത്തോളം, ക്രൂശിൻ്റെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. പിന്നെ എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. മാത്രമല്ല സകല മുഴങ്കാലം അവൻ്റെ മുൻപിൽ മടങ്ങുവാൻ കൊണ്ട് അവിടെ ആയിത്തീരുന്നുവെങ്കിൽ നമ്മൾ സേവിക്കുന്ന നമ്മുടെ കർത്താവ് ശക്തിഹീനായ ഒരു കർത്താവല്ല. നമ്മെ പണിയുന്നതും നമ്മെ നടത്തുന്നതുമായ കർത്താവ് ബലഹീനായ വ്യക്തിയല്ല. ജീവിതത്തിൽ പരാജയം അല്പം പോലും വേശാതെ എല്ലാ വിഷയത്തിലും പൂർണ്ണ ജയമെടുത്ത വല്ലഭനാകുന്ന കർത്താവ്, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ആ കർത്താവ് നമ്മുടെ കൂടെ ഉള്ളതോർത്ത് ഞാൻ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കഴിഞ്ഞ രാത്രി നാം ചിന്തിച്ചു, സഭ എന്നുള്ളതിന് അതിൻ്റെ ഗ്രീക്ക് പദം എക്ലീഷ്യ എന്നാണ്. അത് വിളിച്ച വേർതിരിക്കപ്പെട്ടവരുടെ സംഘം എന്നാണല്ലോ നാം ചിന്തിച്ചത്. അതിന് സമാന്തരമായി പഴയ നിയമത്തിലും ഉള്ള ഒരു പ്രത്യേക പദപ്രയോഗമാണ് ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട നാസിർ വ്രതക്കാരൻ. ഒരു നാസിർ വ്രതക്കാരൻ പഴയ നിയമകാലത്ത് എങ്ങനെയാണ് യഹോവയ്ക്ക് വേണ്ടി വിശുദ്ധനായിരിക്കാൻ ഗുണം വേർതിരിക്കപ്പെട്ടത് എന്നുള്ളത് പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ രാത്രി ചില കാര്യങ്ങൾ ചിന്തിപ്പാൻ ഗുണം ഇവിടെ ആയത്. അതിലൊന്നാണ്, 3 കാര്യമാണ് പ്രത്യേകമായി ഒരു നാസിർ വ്രതക്കാരൻ അനുഷ്ഠിക്കേണ്ടത്. ഒന്ന് പറഞ്ഞു, വീഞ്ഞും മദ്യവും കുടിക്കരുത്. മാത്രമല്ല മുന്തിരിയുടെ യാതൊരു അനുഭവമെങ്കിലും അനുഭവിപ്പാൻ അവന് അവകാശമില്ല. അത് പുതിയ നിയമത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ സുബോധം നഷ്ടപ്പെടുന്ന ഒരു കാര്യത്തിലും ഇടപെടുവാൻ അവകാശമില്ല എന്ന് കഴിഞ്ഞ രാത്രി നാം ചിന്തിച്ചു. അതിന് ചില ഉദാഹരണങ്ങൾ നമ്മൾ പഠിക്കുവാനിടയായി. ദൈവമക്കളാകുന്ന നമ്മുടെ സുബോധം ഒരിക്കലും നഷ്ടപ്പെടരുത്. അതിന് സുബോധം നഷ്ടപ്പെട്ട ഒരുവൻ, അത് മുടിയനായ പുത്രൻ അല്ലെങ്കിൽ അപ്പൻ്റെ ഇളയ മകൻ, അവൻ അന്യദേശത്ത് പോയി വസ്തു എല്ലാം അവൻ നാനാവിധമാക്കി കഴിഞ്ഞ ശേഷം അവസാനം അവന് സുബോധം വന്നപ്പോൾ അപ്പൻ്റെ ഭവനത്തെക്കുറിച്ച് ചിന്തിച്ച് അപ്പൻ്റെ ഭവനത്തിൻ്റെ ആ സുഭിക്ഷത അവൻ മനസ്സിലാക്കി അപ്പൻ്റെ ഭവനത്തിലേക്ക് പോകും. അന്യദേശത്തെ സുഭിക്ഷതയല്ല നമുക്ക് ആവശ്യമായിരിക്കുന്നത്, നമ്മുടെ അപ്പൻ്റെ ഭവനത്തിലെ സുഭിക്ഷത. അതുകൊണ്ടാണ് എഫേസ്യർ 1-ാം അധ്യായത്തിൽ 4-ാം വാക്യം വായിക്കാൻ പറയുന്നത്, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നാം അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കാൻ കർത്താവ് നമ്മെ വിളിച്ചിരിക്കും. യഥാർത്ഥമായ കാഴ്ചപ്പാട് പ്രാപിച്ച ഒരു വ്യക്തിക്ക് ഭൂമിയിലെ അനുഗ്രഹമല്ല കാര്യമായിരിക്കുന്നത്, സ്വർഗത്തിലെ അനുഗ്രഹമാണ്. എന്തെന്നാൽ ഭൂമിയിലെ അനുഗ്രഹങ്ങളെല്ലാം ഫെയ്ഡ് ചെയ്ത് മാറിപ്പോകുന്നതാണ്. ഇന്ന് കാണുന്നതും നാളെ വാടിപ്പോകുന്നതുമായ പുല്ലിന് സമമായിട്ടാണ് ഭൂമിയിലെ സകല അനുഗ്രഹങ്ങളും നിലകൊള്ളുന്നെന്നുള്ളത് അറിഞ്ഞാൽ നിശ്ചയം രാഷ്ട്രങ്ങളെ നമ്മൾ നോക്കിയാൽ സകല രാഷ്ട്രങ്ങളും ഇതിൻ്റെ പ്രതാപ മഹിമയിൽ വന്ന ശേഷം വീണ്ടും അത് താണ് അധോഗതിയിലേക്ക് പോകുന്നതായി കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഭൂമിയിലുള്ള സകല അനുഗ്രഹങ്ങളും
അത് മാറിപ്പോകുന്നതാണ്. മാറ്റമില്ലാത്ത, ആർക്കും മാറ്റുവാൻ കഴിയാത്തതായ ഒരു വലിയ അനുഗ്രഹമാണ് സ്വർഗീയ അനുഗ്രഹം എന്നുള്ളതോർത്ത് അതിനുവേണ്ടി വാഞ്ചിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ നമ്മൾ കർത്താവിനെ തേടി വരുന്നത് ഏതെങ്കിലും ഭൗമ്യമാകുന്ന അനുഗ്രഹം പ്രാപിപ്പാനല്ല, നമ്മുടെ ആത്മീയമാകുന്ന വലിയ ഉദ്ധാരണം പ്രാപിപ്പാൻ വേണ്ടിയാകുന്നു എന്നുള്ളത് നാം അറിയാതിരിക്കരുത്. ആ ഒരു വാഞ്ചയിലേക്ക് നമ്മൾ എത്തിച്ചേരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആരംഭമായി നാം ആകർഷിക്കപ്പെടുന്നത് ഭൗമ്യമാകുന്ന നമ്മുടെ ചില പ്രശ്നങ്ങളുടെ പരിഹാരമായിട്ടും ഭൗമ്യമാകുന്ന ചില അനുഗ്രഹങ്ങളുടെ അവകാശമായിട്ടും ചിലപ്പോൾ നാം ആകർഷിക്കപ്പെട്ടെന്ന് വന്നേക്കാം. എന്നാൽ ദൈവഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ആ ശ്രദ്ധ മാറി സ്വർഗീയമാകുന്ന യഥാർത്ഥമായ കാഴ്ചപ്പാട് പ്രാപിക്കണമെന്നുള്ള വിഷയം നമ്മൾ കഴിഞ്ഞ രാത്രി ചിന്തിച്ചു. ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇനിയും സുബോധം നഷ്ടപ്പെടാവുന്ന ഒരു വിഷയമാണ് മലാഖി പ്രവചനം അതിലെ 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ പറയുന്നത്, തൻ്റെ യൗവനത്തിലെ ഭാര്യയോട് അവിശ്വസ്തത കാണിക്കുന്നത്. സുബോധം അല്പമെങ്കിലും ശേഷിച്ചിരിക്കുന്ന ഒരു വ്യക്തി തൻ്റെ യൗവനത്തിലെ ഭാര്യയോട് അവിശ്വസ്തത കാണിക്കത്തില്ല. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനം ഞാൻ സംസാരിക്കുമ്പോൾ ദൈവമക്കളെ വളരെ ശ്രദ്ധിച്ച് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിയും, എൻ്റെ യൗവനത്തിലെ ഭാര്യയോട് അല്ലെങ്കിൽ എൻ്റെ ഭാര്യയോട് ഞാൻ അവിശ്വസ്തത കാണിച്ചിട്ടില്ല? അങ്ങനെ ആരെങ്കിലും അവിശ്വസ്തത കാണിച്ചെങ്കിൽ നിന്റെ സുബോധം നഷ്ടപ്പെട്ടതിൻ്റെ ലക്ഷണമാണ്. മടങ്ങി വരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ പ്രബോധിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യും. ദൈവജനം ഹല്ലേലൂയ സ്തോത്രം പറയാൻ മാത്രം ഇറങ്ങിയവരല്ല. ഞാൻ സാധാരണഗതി ഓർപ്പിക്കാറുണ്ട്, ദൈവമക്കൾ ദൈവത്തെ ആരാധിപ്പാൻ വരുമ്പോൾ പഴയ നിയമത്തിൽ ലേവ്യ പുസ്തകത്തിൽ 5 യാഗങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് ഹോമയാഗം, 2 ഭോജനയാഗം, 3 സമാധാനയാഗം, 4 പാപയാഗം, 5 അകൃത്യാഗം. എന്നാൽ ഒരുവൻ ഹോമയാഗം അർപ്പിക്കുന്നതിന് മുൻപായി ആദ്യം അർപ്പിക്കേണ്ടത് പാപയാഗമാണ്. വിശുദ്ധീകരണം പ്രാപിച്ച ശേഷമാണ് ഹോമയാഗം അർപ്പിക്കേണ്ടത്. ദൈവത്തെ സ്തുതിക്കുന്നവരും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരും ശുദ്ധീകരണം പ്രാപിച്ച ശേഷം മാത്രമേ അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവകാശമുള്ളൂ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആകയാൽ യഥാർത്ഥമായി പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച് ദൈവസന്നിധിയിൽ കർത്താവിനെ ആരാധിക്കുന്നവരായി തീരുന്നെങ്കിൽ അപ്രകാരമുള്ള ദൈവമക്കളുടെ മധ്യത്തിൽ വലിയ ക്രിയ നടക്കുവാൻ ഇടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഞാൻ ആ വിഷയം അങ്ങനെ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് യൗവന സുബോധമുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ ഭാര്യമാരോട് ഭാര്യമാർ ഭർത്താക്കന്മാരോടും അവിശ്വസത കാണിക്കത്തില്ല. പരിപാവനത സൂക്ഷിക്കുന്നതാണ് സുബോധത്തിൻ്റെ മറ്റൊരു ലക്ഷണം. ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇന്ന് രാത്രി കേൾക്കുന്ന പ്രിയമുള്ളവർ, അതുകൊണ്ട് ഒരു പരിപാവനതയ്ക്കായി തങ്ങളെ തന്നെ സമർപ്പിക്കണമെന്ന് ഓർപ്പിച്ച വിഷയപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യും. മറ്റു പല കാര്യങ്ങൾ സുബോധത്തോളം ബന്ധി പറയുകയാണെങ്കിലും സമയ ചുരുക്കത്തെ ഞാൻ ഭാഗത്തേക്ക് ഇറങ്ങുന്നില്ല. ഇനി 2ാമത് നമുക്ക് കാണാൻ കഴിയുന്നത് സംഖ്യാപുസ്തകം. കഴിഞ്ഞ രാത്രി നമ്മൾ വായിച്ചതിൻ്റെ തുടർന്ന് വായിക്കാൻ പോവുകയാണ്. സംഖ്യാപുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം ഒന്ന് വായിക്കാം. നാസിർ വ്രതകാലത്തൊക്കെയും ക്ഷൗരക്കത്തി അവന്റെ തലയിൽ തൊടരുത്. നാസിർ വ്രതകാലത്തൊക്കെയും ക്ഷൗരക്കത്തി അവൻ്റെ തലയിൽ തൊടരുത്. ഇത് നമ്മൾ ചിലപ്പം വിചാരിക്കുക എന്തായി കാര്യം ഞാൻ അർത്ഥം എന്ന് പറഞ്ഞാൽ, ദൈവത്തിന് വേണ്ടി വേർതിരിക്കേണ്ടവൻ, ഒന്നാമത് അവൻ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവനെന്ന് മറ്റുള്ളവരുടെ കാഴ്ചയിൽ തന്നെ അത് മനസ്സിലാക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. 2ാമതായി അവിടെ പറഞ്ഞിരിക്കുന്നത് സ്തോത്രം 1 കൊരിന്ത്യർ അതിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം ഒന്ന് വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 14-ാം 1 Corinthians 11 chapter verse 14. പുരുഷൻ മുടി നീട്ടിയാൽ അത് അവന് അപമാനമെന്നും, പുരുഷൻ മുടി നീട്ടിയാൽ അത് അവന് അപമാനമെന്നും, സ്ത്രീ മുടി നീട്ടിയാലോ അത് മൂടുപടത്തിന് പകരം നൽകിയിരിക്കുന്നത് കൊണ്ട് അവൾക്ക് മാനമാകുന്നുവെന്നും പ്രകൃതി തന്നെ നിങ്ങളെ പഠിപ്പിക്കുന്നില്ലയോ? പ്രകൃതിയുടെ നിയമം തന്നെ നമ്മളെ പഠിപ്പിക്കുന്നത് പുരുഷൻ മുടി നീട്ടാൻ അവൻ അവകാശമില്ല, നീട്ടിയാൽ അത് അവൻ അപമാനമാണ്. അങ്ങനെയാണെങ്കിൽ 2ാമതായിട്ടും പറഞ്ഞു, സ്ത്രീ മുടി കത്തിരിക്കുന്നതും അവൾക്കത് അപമാനമാണ്. ഈ കാലത്ത് മുടി കത്തിരിക്കുന്ന സ്ത്രീകളെയും മുടി വളർത്തുന്ന പുരുഷന്മാരെയും കണ്ടാൽ നമ്മൾ ഓർത്തോണം, ഇതെന്താ, അവർ ലജ്ജയായതിൽ മാനം തോന്നുന്നെന്ന് പറഞ്ഞിരിക്കുന്ന അപമാനകരമായ വിഷയങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയാണെന്ന് ഓർത്തിട്ട് വിശ്വാസികളായവരെങ്കിലും മറ്റുള്ളവർക്ക് മാതൃക കാണിക്കേണ്ടതിന്, ഞങ്ങളുടെ സഹോദരിമാരെ, നിങ്ങൾ ലോകം കാണിക്കുന്ന ഫാഷൻ അനുസരിച്ച് നിങ്ങൾ മുടി കത്തിരിച്ച് കളയരുത്. സഹോദരന്മാരെ, ലോകം കാണിക്കുന്ന ഹിപ്പിസം നമുക്ക് വേണ്ട. മുടി നീട്ടുവാൻ നിനക്ക് അവകാശമില്ല. എന്നാൽ ഇവിടെ മുടി കത്തിരിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ പ്രധാന കാര്യം, യഹോവയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട ഒരുവൻ കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി ഏത് നിന്ദയും അപമാനവും സഹിപ്പാൻ ഒരുക്കമുള്ളവനായിരിക്കണം എന്ന് കാണിക്കുന്നതിൻ്റെ വിഷയമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യും. അങ്ങനെയാണെങ്കിൽ ദൈവനാമത്തിനു വേണ്ടി
നാം വേർതിരിക്കപ്പെട്ടെങ്കിൽ നാം കർത്താവിൻ്റെ നാമനിമിത്തം അപമാനം സഹിക്കുവാൻ നമുക്കറിയാം. ദൈവത്തിൻ്റെ ദാസന്മാരായ അപ്പോസ്തലന്മാർ സന്നിധി സംഘത്തിൻ്റെ മുൻപിൽ വിളിക്കപ്പെട്ട് അവർ അടികളേറ്റ് സന്നിധി സംഘത്തിൽ നിന്ന് മടങ്ങിപ്പോകുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് തിരുനാമനിമിത്തം അപമാനം സഹിപ്പാൻ ഇടയായി തന്നതിൽ സന്തോഷിച്ചു കൊണ്ടുപോയി. കർത്താവിൻ്റെ നാമനിമിത്തം നമ്മുടെ പൂർവ്വ അപ്പോസ്തലന്മാർ നിന്നയും ആക്ഷേപവും പരിഹാസവും സഹിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ യേശുവിൻ്റെ പാതകളെ പിൻപറ്റുവാൻ തക്ക ഇടയായി തീർന്നെങ്കിൽ നിശ്ചയമായിട്ടും ദൈവമക്കൾ ഓർത്തോളണം, നമ്മൾ ഈ ലോകത്തിൽ ആ അപ്പോസ്തോലിക പാതകളെ പിൻപറ്റുവാൻ ഇറങ്ങിയവരെങ്കിൽ യേശുവിൻ്റെ നാമനിമിത്തം ഏത് നിന്നയും ഏത് ആക്ഷേപവും ഏത് പരിഹാസവും സഹിപ്പാൻ നാം ഒരുക്കമുള്ളവരായിരിക്കണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അത് ഞാൻ പിന്നാലെ പറഞ്ഞുകൊള്ളാം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് മുടി നീട്ടിയാൽ അത് അവർ അപമാനമെന്ന് കണ്ടിട്ട് അത് മുടി കത്തിരിച്ച് കളവാൻ പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവൻ ദൈവത്തിൻ്റെ പ്രമാണത്തിൽ വരുമ്പോൾ ഇത് നാസറൈറ്റ് അല്ലെങ്കിൽ യഹോവയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടവൻ ഉള്ളവനായ അവൻ്റെ പ്രമാണമാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ, പുതിയ നിയമത്തിൽ കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവൻ കർത്താവിൻ്റെ നാമനിമിത്തം നിന്ന സഹിച്ചുകൊണ്ട്, നമുക്കറിയാമല്ലോ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണിക്കൊണ്ടാണ് പഴയ നിയമത്തിലെ മോശ പോലും ഇറങ്ങിത്തിരിപ്പാൻ ഇടയായി തീർന്നതെങ്കിൽ, അതിനേക്കാൾ ഉന്നത വിളിയാൽ വിളിക്കപ്പെട്ടവരായ പുതിയ നിയമ വിശ്വാസികളെ കർത്താവിൻ്റെ നാമനിമിത്തം നമ്മൾ എത്രമാത്രം നിന്നയും ആക്ഷേപവും പരിഹാസവും സഹിക്കേണ്ടി വരും. അത് സഹിക്കുന്നതിൽ സന്തോഷിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എത്ര പേർക്ക് മക്കൾക്ക് പറയാൻ കഴിയും, നിന്നയും ആക്ഷേപവും പരിഹാസവും സഹിപ്പാൻ കർത്താവ് ഞങ്ങളെ തിരഞ്ഞെടുത്തല്ലോ എന്ന് ഓർക്കുമ്പോൾ ഞങ്ങൾ സന്തോഷിക്കുന്നു. എനിക്കറിയാം, എൻ്റെ കൊച്ചു പ്രായത്തിൽ എനിക്കറിയാം, നമ്മുടെ കേരളക്കരയിലെ ഉണർവ് വ്യാപരിച്ചുകൊണ്ട് മുൻപോട്ട് വന്നുകൊണ്ടിരുന്ന കാലഘട്ടങ്ങളിൽ ഇറങ്ങിത്തിരിച്ച മാതാപിതാക്കന്മാർ, നമ്മുടെ പിതാക്കന്മാർ എത്രമാത്രം നിന്ന സഹിച്ച് ആക്ഷേപം സഹിച്ച് അവരുടെ സമൂഹങ്ങളിൽ അവർ 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 ഒന്നുമില്ല എന്ന പോലെ എണ്ണപ്പെട്ടവരായി അവർ മുൻപോട്ട് പോയി. എന്തുകൊണ്ട്? യേശുവിൻ്റെ നാമനിമിത്തം. അതുകൊണ്ട് കർത്താവിൻ്റെ നാമനിമിത്തം മറ്റുള്ളവരെ പോലെ ആകാനല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത്. കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരെന്നുള്ളത് എപ്പോഴും വെളിപ്പെട്ട് വരുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യും. മൂന്നാമത് നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞ അടുത്ത 6-ാമത്തെ വാക്യം കൂടെ വായിച്ചാട്ട്. 6-ാം വാക്യം, സംഖ്യാപുസ്തകം 6-ാം അധ്യായത്തിന്റെ 6-ാം. അവൻ യഹോവയ്ക്ക് തന്നെത്താൻ സമർപ്പിച്ചിരിക്കുന്ന കാലത്തൊക്കെയും, യഹോവയ്ക്ക് തന്നെത്താൻ സമർപ്പിച്ചിരിക്കുന്ന കാലത്തൊക്കെയും ശവത്തിന്റെ അടുക്കൽ ചെല്ലരുത്, ശവത്തിന്റെ അടുക്കൽ പോകരുത്. പുരോഹിതന്മാരോടുള്ളതായ ബന്ധത്തിലും ഈ വീഞ്ഞു കുടിക്കുന്ന കാര്യവും ശവത്തിന്റെ അടുക്കൽ പോകുന്ന കാര്യവും പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ആ ഭാഗത്തേക്ക് ഇറങ്ങുന്നില്ല. ഒരു പുരോഹിതൻ, ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ഒരു പുരോഹിതൻ, ദൈവത്തിന് സ്തോത്രം, ഒരു വീഞ്ഞു കുടിക്കരുത്. മാത്രമല്ല അവൻ ശവത്തിൻ്റെ അടുക്കൽ പോകാൻ അവന് അവകാശവുമില്ല. അങ്ങനെ ശവത്തിൻ്റെ അടുക്കൽ പോകരുതെന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മരിച്ചവനുമായിട്ടുള്ള സംസർഗം ദൈവമക്കൾക്ക് പാടില്ല. ദൈവസഭയിലുള്ളവരെല്ലാവരും അവർ ആത്മീയന്മാരാണ്, അവർ ജീവനുള്ളവരാണ്. സാർദീസിലെ സഭയോട് പറയുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, നിനക്ക് ജീവനുള്ളവൻ പേരുണ്ടെങ്കിലും നീ മരിപ്പാറായിരിക്കുകയാണ്. നാം ജീവനുള്ളവൻ എന്നുള്ള പേരുകൊണ്ട് പോരാ, പിന്നെയോ ജീവനുള്ളവരായി നിലകൊള്ളുവാൻ ഈ യുഎയിൽ വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഷാർജ ചുറ്റുപാടും പരിസരങ്ങളിലായിരിക്കും ദൈവമക്കളോട് ഞാൻ പറയട്ടെ, എവിടെ പോയാലും ഒരു ജീവനുള്ളവനായി ജീവിപ്പാൻ. വെറുതെ ഒരു ചത്ത ഞാൻ മാർഗം പോലല്ല, നാം മരിക്കാതായിരിക്കുന്ന അവസ്ഥ പോലല്ല, നാം ജീവനുള്ളവരായിരിക്കാൻ തകണം. പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്ന വിഷയത്തിൽ ജീവനുള്ളവരായിരിക്കാൻ തകണം. യോശുവയോട് പറയുമ്പോൾ യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 4-5 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിച്ച് വരുമ്പോൾ താഴോട്ട് പറഞ്ഞിരിക്കുന്നത്, ഞാൻ എൻ്റെ ദാസനാകുന്ന മോശ മുഖാന്തരം നിന്നോട് കൽപ്പിച്ചിരിക്കുന്ന ചട്ടങ്ങളും കൽപ്പനകളും വിധികളും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ നല്ല ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം. വിശ്വാസികളായ ദൈവങ്ങളെ പ്രതികാരം ചെയ്യുവാനുള്ള ഉറപ്പും ധൈര്യവും അല്ല പറഞ്ഞിരിക്കുന്നത്. ദൈവം നമ്മോട് കൽപ്പിച്ച കൽപ്പനകൾ അനുസരിക്കുന്നതിൽ അതിനുവേണ്ടി നല്ല ധൈര്യമുള്ളവരായിരിക്കണം. അതുകൊണ്ടാണല്ലോ സ്തോത്രം പറഞ്ഞിരിക്കുന്നത്, പുരുഷത്വം കാണിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ. ഒന്നെ പുരുഷത്വം കാണിക്കുന്നവരായിരിക്കണം. വിശ്വാസത്തിന് വേണ്ടി പോരാടുന്ന വിഷയത്തിൽ ഒരു പുരുഷത്വം ദൈവമക്കൾ കഴിക്കണം എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യും. 1 കൊരിന്ത്യർ 5-11 വാക്യം വായിക്കുമ്പോഴാണ് പറഞ്ഞിരിക്കുന്നത്, അവിടെ 9 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവമക്കൾ വളരെ ശ്രദ്ധിക്കണം. ഈ ദൈവമക്കൾ പാലിക്കേണ്ട വേർപാട് ഈ നാൾ ദൈവസഭയ്ക്കകത്ത് വളരെ ശക്തമായി പഠിപ്പിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ വന്നെത്തിയിരിക്കുകയാണ്. 9-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ദുർനടപ്പുകാരോട് സംസർഗമരുത് എന്ന് ഞാൻ എന്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. അടുത്തത്, അത് ഈ ലോകത്തിലെ ദുർനടപ്പുകാരോടോ അത്യാഗ്രഹികളോടോ പിടിച്ചുപറിക്കാരോടോ വിഗ്രഹാരാധികളോടോ അരുതെന്നല്ലോ. പിന്നെ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ലോകം വിട്ടുപോകേണ്ടി വരും.
എന്നാൽ സഹോദരൻ എന്ന് പേർപ്പെട്ട ഒരുവൻ, സഹോദരൻ എന്ന് പേർപ്പെട്ട ഒരുവൻ ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ, മകളെ, ദുർനടപ്പുകാരെ ദൈവസഭയ്ക്കകത്ത് വെച്ചുകൊണ്ട് പോവാൻ അവകാശമില്ല. സഭകളിൽ ശിക്ഷണ നടപടി എന്ന് പറയുന്നത് വളരെ അത്യന്താപേക്ഷിതമായ വിഷയമായി വന്നിരിക്കുകയാണ്. അത് ആര് തെറ്റ് ചെയ്താലും അവനെ ശാസിക്കുവാനും അവനെ ശിക്ഷിക്കുവാനും വേണ്ടി ഗുണീകരണത്തിനും ദൈവദാസന്മാർ മുൻപോട്ട് കാഴ്ചവെച്ച് വെക്കേണ്ട കാലഘട്ടത്തിൽ നിന്ന് എത്തിയിരിക്കുന്നുള്ള അറിയാതിരിക്കുക ദൈവത്തിന് സ്വന്തം. എവിടെ ആയാലും കൊള്ളാം, ഈ വിട്ടുവീഴ്ച മനോഭാവം വരുമ്പോഴാണ്. അതേസമയത്ത് കരുണ വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, മനസ്സലിവ് വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. കരുണയും മനസ്സലിവും എല്ലാം നമുക്ക് ഉള്ളപ്പോൾ തന്നെ ഒരു യഥാർത്ഥമായ കുടുംബത്തിൽ ഒരു പിതാവ് അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ നായകൻ ആ കുടുംബത്തെ എങ്ങനെ നന്നായി ഭരിച്ചുകൊണ്ട് പോകുന്നുവോ അതുപോലെ ശിക്ഷണത്തിൽ സഭ ഭരിക്കപ്പെടണമെന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്നതിനാൽ സഭയ്ക്കകത്ത് വരുന്ന അശുദ്ധികളോട് പോരാടുവാൻ, അശുദ്ധികളെ മാറ്റിക്കളയുവാൻ ഈ നാളുകളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുള്ളത് തർക്കമറ്റ കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവസഭ കൈ കുത്തഴിഞ്ഞതല്ല. ദൈവസഭയ്ക്കൊരു പ്രമാണമുണ്ട്. ദൈവസഭയിൽ എപ്പോഴും ശിക്ഷണ നടപടികൾ ഉണ്ടായിരിക്കണം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ സ്കൂളുകളിൽ വിടുമ്പോൾ ഉത്തരവാദിത്തമുള്ള മാതാപിതാക്കന്മാർ തങ്ങളുടെ കുഞ്ഞുങ്ങളെ വിടുന്നത് ഒരു ശിക്ഷണ നടപടി നടത്തുന്നത് അല്ലെങ്കിൽ നല്ല ശിക്ഷണമുള്ള വിദ്യാലയങ്ങളിലാണ് നമ്മൾ പഠിപ്പിക്കാനായിട്ട് വിടുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ശിക്ഷണത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വളർത്തപ്പെടണമെന്ന് സുബോധമുള്ള മാതാപിതാക്കന്മാരെല്ലാം ആഗ്രഹിക്കുമെങ്കിൽ ദൈവസഭയിൽ വന്നിരിക്കുന്നത് ഇഷ്ടം പോലെ നടക്കുവാനല്ല, ആരുടെയും തന്നിഷ്ടപ്രകാരം മുൻപോട്ട് പോകാനല്ല, പിന്നെയോ ദൈവമക്കൾ സുബോധമുള്ളവരായി ശിക്ഷണത്തിന് കീഴ്പ്പെട്ട് മുൻപോട്ട് പോകാൻ. ഞാൻ പലപ്പോഴും എൻ്റെ കൂട്ടുവേലക്കാരായ സഹോദരന്മാരോട് ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, സഹോദരന്മാരെ, നാം എല്ലാവരും ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് ഈ ഒരു പ്രമാണത്തിൽ കൂടെ. ഈ പ്രമാണമാണ് നമ്മെ വിളിച്ച് യോജിപ്പിച്ചിരിക്കുന്നത്. ഒരു കാര്യമുണ്ട്, എൻ്റെ പക്കൽ, ഞാൻ ആദ്യം എന്നെ തന്നെ ചൂണ്ടിക്കാണി, എൻ്റെ പക്കൽ നിങ്ങൾ എന്തെങ്കിലും അപ്രകാരമുള്ള വിഷയം ദൈവത്തിൻ്റെ പ്രമാണത്തിന് ചേരാത്തത് കണ്ടാൽ നിങ്ങൾ എന്നെ വിടരുത്. നിങ്ങൾ നിശ്ചയമായിട്ടും സ്നേഹത്തിൻ്റെ ആത്മാവിൽ എന്നെ ചോദ്യം ചെയ്യുവാൻ നിങ്ങൾക്ക് പൂർണ്ണ അവകാശമുണ്ടെന്ന് ഞാൻ അവരോട് പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പക്കൽ കണ്ടാൽ ഞാനും വിടുകയില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. ഇവിടെ സംഘമുണ്ടാക്കുന്നതല്ല, ഇവിടെ സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നതല്ല, ദൈവത്തിന് വേണ്ടി ഒരു വിശുദ്ധ സഭ പണിയപ്പെടുക എന്നുള്ളതാണ് സഭയുടെ ഉദ്ദേശം. ദൈവത്തിന് സ്തോത്രം. ആകയാൽ വിശുദ്ധിക്ക് വേണ്ടി പോരാടുന്നവരായിരിക്കണം കർത്തൃദാസന്മാരും വിശ്വാസികളും എന്നുള്ള ഓർത്തിട്ട് അതിനുവേണ്ടി പോരാടുവാൻ ഈ അന്ത്യനാളുകളിൽ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. നമുക്കറിയാം യേശുവിൻ്റെ വരവ് അടുത്തു. ആകയാൽ ഒരു വിശുദ്ധ സഭയെ ചേർക്കാനായിട്ടാണ് യേശു വരുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. എങ്ങനെങ്കിലും പൊത്തുവരുത്തത്തിൽ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് യേശുവിൻ്റെ വരവിന് വേണ്ടി ഒരു പ്രാവശ്യം ഒരാൾ പറഞ്ഞു, നമ്മുടെ ബലഹീനതയെല്ലാം അറിയുന്നൊരു കർത്താവാണല്ലോ നമ്മുടെ കർത്താവ്. ആരുണ്ട് പൂർണ്ണര്, ആരുണ്ട് വിശുദ്ധര്? ഞാനും പറയുന്നു, ഞങ്ങൾ ആരും അവകാശപ്പെടുന്നില്ല നമ്മൾ ആരും പൂർണ്ണരാണെന്ന്. പക്ഷേ പൂർണ്ണതയ്ക്ക് വേണ്ടി വാഞ്ചിക്കുകയും ദൈവത്തിൻ്റെ പ്രമാണം ശോധന ചെയ്യുകയും ദൈവത്തിൻ്റെ പ്രമാണം ആരാഞ്ഞ് പൂർണ്ണതയ്ക്ക് വേണ്ടി സമർപ്പിക്കുകയും ചെയ്യുന്ന ദൈവമക്കളെ ദൈവം നടത്തി പൂർണ്ണതയിലേക്ക് എത്തിക്കുമെന്നുള്ളത് തർക്കമറ്റ കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യും. അതുകൊണ്ട് പൂർണ്ണത പ്രാപിക്കാൻ കഴിയത്തില്ലെന്ന് പറയുന്നവരെ അല്ല വേണ്ടത്, പൂർണ്ണതയിലേക്ക് നടത്തുന്ന ഒരു ദൈവം. അതുകൊണ്ടാണല്ലോ 1 Thessalonians 5 23 വാക്യം പറയുന്നത്, സമാധാന ദൈവമോ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ആത്മാവും നമ്മുടെ പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം, യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി കൂടാതെ നീ വെളിപ്പെടണമെങ്കിൽ ദൈവത്തിന് സ്തോത്രം ഒരു ശുദ്ധീകരണം ഈ ഭൂമിയിൽ ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ നാസിർ വ്രതക്കാരനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ അവിടെ താഴോട്ട് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, സ്തോത്രം, നാസിർ വ്രതകാലത്തൊക്കെയും അവൻ യഹോവയ്ക്ക് വിശുദ്ധനായിരിക്കണം. ഇന്ന് രാത്രി എത്ര പേർക്ക് പറയാൻ കഴിയും, ഞാനൊരു നാസിർ വ്രതക്കാരനാണ്, ഞാൻ യഹോവയ്ക്ക് വേണ്ടി പറയും? എക്ലീഷ്യ എന്ന് പറയുന്ന ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട സഭയാണെങ്കിൽ ദൈവസഭയിലെ എല്ലാവരും വിശുദ്ധരായിരിക്കണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിച്ചാൽ പരാജയം വെച്ച് പുലർത്തിക്കൊണ്ട് മുൻപോട്ട് പോകുന്നവരല്ല വേണ്ടത്, അപ്പോഴപ്പോൾ വിശുദ്ധീകരണം പ്രാപിപ്പാൻ ഏൽപ്പിക്കുന്നവരെയാണ് നമുക്ക് ആവശ്യം പറയുന്നത്. അതിന് ദൈവത്തിൻ്റെ സഹായത്തിൻ്റെ കാര്യം നമ്മോട് കൂടെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, ഞാൻ 1963-64 ഗവൺമെൻറ് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ റിസർച്ച് അത്
അത് ഫലപ്രദമാകണമെങ്കിൽ ഞങ്ങൾ ചോദിക്കുന്ന സാധനം ഞങ്ങൾ ലഭിച്ചെങ്കിലേ ഒക്കെയുള്ളൂ. അപ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെ സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷനാണ്. ഈ സയൻറ്റിസ്റ്റ് ചോദിക്കുന്ന ഏത് വിഷയമായാലും മാർക്കറ്റിൽ നിന്നെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും സാധനം വാങ്ങിച്ചു കൊടുക്കണം, എങ്കിൽ മാത്രമേ അത് ഫലപ്രദമാകുള്ളൂ. എന്ന് പറയുന്നത് പോലെ ഒരു സയൻറ്റിസ്റ്റ് ഒരു പണി ചെയ്യുമ്പോൾ അത് ഫലപ്രദമാകുവാൻ ഗവൺമെൻറ്റിൻ്റെ ഒരു ബാക്കിംഗ് ഉണ്ടെങ്കിൽ, നാം യഥാർത്ഥമായി കർത്താവിന് വേണ്ടി ഒരു വിശുദ്ധ ജീവിതം ചെയ്യാൻ ഇറങ്ങിത്തിരിച്ചാൽ, ദൈവമക്കളെ, സ്വർഗ ഗവൺമെൻറ്റിൻ്റെ ഒരു ബാക്കിങ്, ഒരു വിശുദ്ധ ജീവിതം ചെയ്യുവാൻ എനിക്ക് ലഭിക്കയില്ലേ? ദൈവത്തിന് സ്തോത്രം ചെയ്തു. നമ്മുടെ സ്വന്തം മിടുക്കൊണ്ട് ആർക്കും കഴിഞ്ഞ് നിൽക്കാൻ കഴിയത്തില്ല. സ്തോത്രം. നിൽക്കുമെന്ന് പറഞ്ഞവരാരും നിന്നിട്ടുമില്ല. പ്രൈസ് ദി ലോർഡ്. ഒരൊറ്റ വ്യക്തിക്ക് പോലും ഞാൻ നിൽക്കുമെന്ന് പറയാൻ അവകാശമില്ല. നിർത്തുന്ന യഹോവ എനിക്കുള്ളതിനാൽ, അവൻ സഹായകനായ എന്നോടുള്ളതിനാൽ, ആ നിർത്തുന്നവൻ്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുത്തു കഴിയുമ്പോൾ അവൻ നമ്മെ ജയത്തോടെ നടത്തുമെന്നുള്ളത് യാതൊരു തർക്കവുമില്ലാത്ത വിഷയമാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. അതുകൊണ്ട് ശബത്തിൻ്റെ അടുക്കൽ പോകരുതെന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ നാം മരിച്ചവരുമായിട്ട് ആത്മീയ മരണം സംഭവിച്ച ദുർനടപ്പുകാർ, പിന്നെ അതൊന്ന് വായിച്ചു കഴിഞ്ഞ് 1:11 അല്ല സഹോദരന് പേർപ്പെട്ട ഒരുവൻ ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ, ഞാൻ അതെല്ലാം വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വിഗ്രഹാരാധിയോ, പിന്നെ വാവിഷ്ണാണക്കാരനോ, ഭൂമിയിൽ വിഗ്രഹങ്ങളെ വെക്കാൻ ഇന്ന് പെന്തക്കോസുകാർക്കും കുരിശ് വിഗ്രഹമൊക്കെ കയറ്റിയാൽ കൊള്ളാമെന്നുള്ള താല്പര്യം തുടങ്ങിയിരിക്കുന്ന കാലഘട്ടത്തിൽ എത്തിയിരിക്കുക. ഞാൻ ഈയിടെ ആന്ധ്രയിലെ വിശാഖപട്ടണത്തൊരു ഹോളിൻ്റെ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി ഞാൻ കടന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ അവർ ഒരു കുരിശൊക്കെ വിഗ്രഹമൊക്കെ ഉണ്ടാക്കി പോയി അവിടെ വെച്ചിട്ട് എന്നോട് പ്രതിഷ്ഠിക്കണം. അത് ആദ്യം വീക്കിൻ്റെ ചെന്ന് കഴിഞ്ഞാണ് ഞാനിത് മനസ്സിലാക്കി. എങ്കിലും ഞാനോട് പറഞ്ഞു, ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഈ കുരിശ് അവിടെ നിന്ന് എടുത്ത് മാറ്റണമെന്ന്. കുരിശെന്ന് പറയുന്നത് പാപമൊന്നും അല്ലെങ്കിലും മറ്റുള്ളവരെ പോലെ നാം അനുകരിക്കുവാൻ ഓരോ കാലങ്ങളിലേക്ക് ഇറങ്ങി പോകുന്ന ഒരു പദ്ധതിയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ തന്നെ ഒരു ഡോക്ടറും ഫാമിലിയാണ് മുമ്പോട്ട് വന്നിരിക്കുന്നത്. അവർ പറയുകയായിരുന്നു, ഞങ്ങളോട് ഭാഷ പറയുന്ന ഏത് വിഷയമായാലും കൂടെ ഞങ്ങൾ അംഗീകരിച്ചുകൊള്ളാം, ഞങ്ങളത് മാറ്റിക്കൊള്ളാമെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം ചെയ്തു, അത് മാറ്റുകയും ചെയ്തു. ദൈവമക്കളെ, നമ്മൾ പലപ്പോഴും അത് തെറ്റാണോ ഇത് തെറ്റാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഓരോരോ അയവുകൾ, ഇന്ന് പെന്തക്കോസ്തിൽ വന്നിരിക്കുന്ന അയവുകളെല്ലാം അത് ശരിയാണോ ഇത് ശരിയാണോ അത് തെറ്റാണോ ഇത് തെറ്റാണോ എന്നുള്ള സംശയം ഇട്ടുകൊണ്ട് ഏദൻ തോട്ടത്തിൽ ചെന്ന പിശാച് ഇന്ന് ദൈവമക്കളുടെ മധ്യത്തിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ നാം ഒരു കാര്യം ഓർത്തുകൊള്ളണം. വിശ്വാസത്തിന് വേണ്ടി ഏത് നിന്നെയും സഹിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിച്ച നമ്മുടെ പിതാക്കന്മാർ, അവർ ഏത് സത്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചു, എന്തിനു വേണ്ടി അവർ നിന്ന് സഹിച്ചു എന്ന് ഓർത്തിട്ട് നാം അവരുടെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ നിശ്ചയമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ആഴമുള്ളൊരു പ്രതിഷ്ഠ ഉണ്ടായിരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യും. എവിടെയും നമ്മൾ നോക്കിയാൽ അറിയാം, പഴയ നിയമത്തിലെ രാജാക്കന്മാരുടെ ചരിത്രം പഠിച്ചാൽ കാണാൻ കഴിയും. ഒരു രാജാവ് മുൻപോട്ട് വന്ന് ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ളതായ ഒരു നവീകരണം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണപ്രകാരമുള്ള ശുദ്ധീകരണം അവരുടെ പഴയ നിയമ ഇസ്രായേലിൻ്റെ മധ്യത്തിൽ അവർ ചെയ്തു കഴിയുമ്പോൾ അതിൻ്റെ പിന്നാലെ വരുന്ന രാജാക്കന്മാർ അത് പ്രമാണത്തെ മാറ്റിയിട്ട് പിന്നെയും അയവിലേക്ക്, വിഗ്രഹാരാധനയിലേക്ക്, ലോകത്തിൻ്റെ ഇമ്പങ്ങളിലേക്ക് ഇറങ്ങിപ്പോയതിൻ്റെ ഫലമായി ദൈവത്തിൻ്റെ ശാപം പലപ്പോഴും വരുവാനിടയായി തീർന്നു. നമ്മുടെ പിതാക്കന്മാർ ഇറങ്ങിത്തിരിച്ച നാളിൽ അവർ നിന്നെ സഹിച്ചെങ്കിൽ, ആക്ഷേപം സഹിച്ചെങ്കിൽ, അവർ അപമാനം സഹിച്ചെങ്കിൽ, തലമുറകളെ കർത്താവ് പിന്നത്തേതിൽ അനുഗ്രഹിപ്പാൻ തക്കണം ഇടയായി തീർന്നെങ്കിൽ, നമ്മുടെ തലമുറകൾ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ നാം പ്രമാണത്തിൽ നിൽക്കുന്നവരായിരിക്കണമെന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിച്ചുകൊള്ളുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സാഹചര്യത്തിനനുസരിച്ച് മുൻപോട്ട് പോകുന്നവരെയല്ല കർത്താവിന് ആവശ്യമായിരിക്കുന്നത്. സാഹചര്യം ഏതായാലും കർത്താവെ, നിന്റെ പ്രമാണമിട്ട് ഇടത്തോട്ടെങ്കിലും വലത്തോട്ടെങ്കിലും മാറുവാൻ ഞങ്ങളെ സമ്മതിക്കലെന്ന് നമ്മൾ വാസ്തവമായി വാഞ്ചിക്കുകയും അതിനുവേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിച്ചുകൊള്ളുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. അടുത്ത വായിച്ചാട്ടാ. വാവിഷ്ണാണക്കാരനോ മദ്യപനോ പിടിച്ചുപറിക്കാരനോ ആകുന്നുവെങ്കിൽ അവനോട് സംസർഗമരുത്. ഈ നാളുകളിൽ ദൈവസഭയ്ക്ക് ഒരു വലിയ വിശുദ്ധീകരണം പ്രാപിക്കേണ്ടതിന് നമ്മെല്ലാം ആത്മാർത്ഥമായിട്ട് വാഞ്ചിക്കാം. ദൈവമായ കർത്താവ് നമ്മെ അതിനെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഒരു ഉദാഹരണം മാത്രം പഴയ നിയമത്തിൽ നിന്ന് ഞാൻ ഉദ്ധരിച്ചുകൊണ്ട് ആ വിഷയം വിടുവാൻ തകണം ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യും. നമുക്കറിയാം, ശിംശോൻ യഹോവയുടെ ഒരു നാസിറായിരുന്ന ശിംശോൻ്റെ പേർക്ക് ഒരു പ്രത്യേകത നമുക്ക് കാണാൻ കഴിയുന്ന, അവൻ്റെ ജനനം മുതൽ അവൻ യഹോവയ്ക്ക് വേണ്ടി നാസിറായിരുന്നു. എന്നാൽ പഴയ നിയമകാലത്തെ നാസിർ വ്രതക്കാരെന്ന് പറയുമ്പോൾ അവനൊരു കാലഘട്ടത്തിലേക്ക് മാത്രം ഒരു നാസിർ വ്രതക്കാരനായിരിക്കുന്നവനായിരുന്നു. പഴയ നിയമത്തിലെ യാഗങ്ങളും ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ താൽക്കാലികമാകുന്ന യാഗങ്ങളാണ് നടത്തിയത്. പുതിയ നിയമത്തിൽ താൽക്കാലികമാകുന്ന ബന്ധമല്ല,
പുതിയ നിയമത്തിൽ സ്ഥിരമായ ബന്ധമാണ്. അങ്ങനെയാണെങ്കിൽ സ്ഥിരമായ ബന്ധമാണെങ്കിൽ കർത്താവ് ഒരൊറ്റ യാഗമേ പുതിയ നിയമത്തിലുള്ളൂ. പഴയ നിയമത്തിൽ ഓരോ പാപങ്ങൾക്കും അല്ലെങ്കിൽ അവർ കാലാകാലങ്ങളിൽ അവർ യാഗം അർപ്പിച്ച് ദൈവസന്നിധിയിൽ വിശുദ്ധീകരണം പ്രാപിക്കുന്ന വ്യവസ്ഥയായിരുന്നെങ്കിൽ പുതിയ നിയമകാലത്ത് ഒരിക്കലായി യാഗമർപ്പിക്കപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശമരണത്തിലുള്ള വിശ്വാസത്താൽ നാം വിശുദ്ധരായി തീർന്നിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സ്ഥാനത്ത് അതുപോലെ തന്നെ യഹോവയ്ക്ക് വേണ്ടി അവർ പഴയ നിയമകാലത്തെ പോലെ ഓരോരോ ചെറിയ കാലഘട്ടങ്ങളിലേക്കുള്ള വ്രതമല്ല നമ്മൾ നോക്കേണ്ടത്. നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രമാണം നമ്മുടെ ആരംഭം മുതൽ അവസാനം വരെയും യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധനായി വെളിപ്പെടുവാനുള്ള, അത് ഒരു വേർതിരിക്കപ്പെട്ടവനായി വെളിപ്പെടുവാനുള്ള അവസ്ഥയായിരിക്കണം. ദൈവത്തിന് സ്തോത്രം ചെയ്യും. അല്ലെങ്കിൽ അതിന് കർത്താവ് നമ്മെ വിലയ്ക്ക് മേടിച്ചിരിക്കുന്നു. നാസരക്കാരനാകുന്ന ഈ ശിംശോന്റെ കാര്യം നമുക്കറിയാം. ഈ ശിംശോന്റെ മേൽ അവൻ ഏത് പ്രശ്നം വരുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, ശത്രുക്കൾ ഇതാ ഫെലിസ്തർ ഇതാ വരുന്നു. ഫെലിസ്തർ എന്ന് പറയുമ്പോൾ ശിംശോന്റെ കാലത്തെ ഏറ്റവും ഇസ്രായേൽ ജനത്തെ മുടിച്ചുകൊണ്ടിരുന്ന ഒരു ശത്രുവായിരുന്നു ഫെലിസ്തർ. ആ ഫെലിസ്തരെ കാണുമ്പോഴൊക്കെയും ഫെലിസ്തർ അവനെ മുടിക്കാൻ വരുമ്പോഴൊക്കെയും അവിടെ എഴുതിയിരിക്കുന്നത് യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്നു. യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വരുന്നിടത്ത് പിന്നീട് പരാജയമില്ല. ദൈവത്തിൻ്റെ ആത്മാവ് വരുന്നിടത്ത് ജയമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. ഈ നാളുകളിൽ എനിക്ക് വളരെ വേദന തോന്നുന്നൊരു വിഷയം പറയാം. അനേക ഇടങ്ങളിൽ പ്രൈസ് ആൻഡ് വർഷിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ആരാധനയൊക്കെ ആരംഭത്തിൽ കുറച്ചൊക്കെ നടത്തുന്നു. എന്നാൽ ആരാധന നടത്തുന്നത് നമുക്ക് കേട്ടെ, എത്ര പേര് ഈ ആരാധനയിൽ വിടുതൽ പ്രാപിക്കുന്നുണ്ട്? പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞ ശേഷവും പിന്നെയും പറയുന്ന ബന്ധനം ശേഷിക്കുന്നെന്ന. ശിംശോന്റെ മേലോ നാസിബ്രതക്കാരൻ്റെ മേലോ അല്ലെങ്കിൽ പഴയ നിയമത്തിൽ ഇനിയും പഴയ നിയമ ഭക്തന്മാരുടെ മേൽ, പഴയ നിയമത്തിലെ പ്രവാചകന്മാരുടെ മേലും രാജാക്കന്മാരുടെ മേലൊക്കെ യഹോവയുടെ ആത്മാവ് വന്നു കഴിയുമ്പോൾ, പ്രത്യേകിച്ച് ദൈവത്താൽ വേർതിരിക്കപ്പെട്ടതായ ചില വ്യക്തികളുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു കഴിഞ്ഞാൽ അവിടെ മുൻപിൽ നിൽക്കുന്ന ശത്രുക്കളെ പിന്നെ അവർക്ക് ഭയമില്ല. ശത്രുക്കളുടെ മേൽ വലിയ വിജയമെടുക്കുകയാണ്. അവൻ്റെ ബന്ധനങ്ങൾ കഴിയുന്ന മാത്രമല്ല ശത്രുവിനെ പരാജയപ്പെടുത്തുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ആരാധിക്കുന്ന ദൈവമക്കളോട് ഞാൻ ചോദിക്കുന്നു, നീ ആരാധിക്കുന്നതിനാൽ നിന്റെ ബന്ധനം അഴിഞ്ഞു മാറുന്നുണ്ടോ? ആരാധിക്കുന്നതിനാൽ നിനക്ക് സ്വാതന്ത്ര്യമുണ്ടോ? ആരാധിക്കുന്ന ദൈവത്തിൻ്റെ പൈതലിന് ഒന്നാമത് പിശാചിന്റെ മേൽ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. രണ്ടാമത് പാപത്തിന്മേൽ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. പാപത്തിന്മേൽ ജയമെടുക്കുന്ന സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ്. അതുകൊണ്ടാണ് റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ദൈവമക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നീ ജഡത്തെ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ജഡത്തിന്റെ ചിന്തയ്ക്കും ജഡത്തിന്റെ മനോവികാരങ്ങൾക്കും അനുസരിച്ച് മുൻപോട്ട് പോകാൻ അല്ല കർത്താവ് നമ്മെ വിളിച്ചത്. ഇന്ന് അനേകര് ദൈവമക്കൾ എന്ന് പറയുന്നവർ സർദീസിലെ സഭയെ പോലെ ചാകാറായിരിക്കുകയാണ്, ദിവസേന മരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മരിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഇന്ന് രാത്രി ഉദ്ധാരണം ലഭിക്കേണ്ടതിന്, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ വ്യാപാര ശക്തിന്റെ മേൽ വ്യാപരിക്കപ്പെടുവാൻ ഇടയായി തീരേണ്ടതിന് ഒരു സമ്പൂർണ്ണ സമർപ്പണത്തിലേക്ക്, ഒരു മാനസാന്തരത്തിലേക്ക്, ഒരു വിശുദ്ധീകരണത്തിലേക്ക് ദൈവജനം കടന്നു വരുവാനാണ്. അത് വാഞ്ചിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. പക്ഷെ ഒരു കാര്യമാണ്, ആത്മാവിൽ നിറഞ്ഞാൽ പിന്നെയും ഞാൻ ബന്ധനസ്ഥനാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കരുത്. പിന്നെ ബന്ധനം അഴിക്കാൻ ആരെയും വിളിക്കുകയും ചെയ്യരുത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ പകർന്നിരിക്കുന്നെങ്കിൽ ഈ പരിശുദ്ധാത്മാവ് നമ്മെ സകല ബന്ധനങ്ങൾ അഴിച്ചു മാറ്റുന്നത് മാത്രമല്ല, നമ്മളെ നീതിയിലും സത്യത്തിലും വഴി നടത്തുന്നതാണ് പരിശുദ്ധാത്മാവ്. ദൈവത്തിന് സ്തോത്രം ചെയ്യും. അതുകൊണ്ട് ശിംശോന്റെ മേൽ യഹോവയുടെ ആത്മാവ് വന്നപ്പോഴൊക്കെയും ശിംശോൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ വന്നു. അവനെ കെട്ടിയിരിക്കുന്ന കെട്ടുകൾ ഇത് തീ കൊണ്ട് കരിയ ചണനൂല് പോലെ ആയി എന്ന് ആവർത്തിച്ച് എഴുതിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളെ ബന്ധിച്ച ബന്ധനം എന്ത് തന്നെ ആര് തന്നെ ബന്ധിച്ചെന്ന് വന്നാലും നീ അതിനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നീ യഹോവയുടെ ആത്മാവിനാൽ നിറയപ്പെടുന്നെങ്കിൽ നിന്റെ ബന്ധനം അഴിഞ്ഞു മാറുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ട് അഴിഞ്ഞു മാറാതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിനക്ക് ഇന്ന് ജീവനും ചൈതന്യം ഒന്നുമില്ല, യഹോവയുടെ ആത്മാവാണെന്നൊക്കെ പറയുന്നതല്ലാതെ യഥാർത്ഥ ആത്മാവാണെന്ന് എനിക്ക് സംശയമാണ്. സ്വതം ഏത് ബലഹീന സമയത്തും നമ്മെ ബലപ്പെടുത്തുവാൻ കഴിയുള്ള കർത്താവ്. അതിനൊരു കാര്യം ഓർത്തോണം, റോമർ 8:13 പറഞ്ഞിരിക്കുന്നത്, ജഡത്തെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ, ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത് രണ്ട് അന്യഭാഷ കൊണ്ട് തൃപ്തിപ്പെടുവാനല്ല. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നവർ അന്യഭാഷയെ സംസാരിക്കും.
ഞാൻ ഇഷ്ടം പോലെ തെളിവ് തരാം. ഇന്ന് പെന്തിക്കോസിൽ ആത്മവരം അല്ലെങ്കിൽ അന്യഭാഷ എന്ന് പറയുന്നത് ഭാഷ വരമായിട്ട് പോലും പഠിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലായിരിക്കാണ്. ഞാൻ ബൈബിൾ സ്കൂളുകളിലെ നോട്ടുകളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പറയുകയാണ്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവർ അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുമെന്നും ആരാധിക്കുമെന്നുള്ളത് സത്യമായ വചനമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാം അത് പ്രാപിച്ചിരിക്കണം, യാതൊരു സംശയമില്ല. ദൈവത്തിന് സ്തോത്രം. അതിന് ഒരു ഒറ്റ വാക്യം മാത്രം എളുപ്പമൊന്ന് വായിച്ചു വിടാം. കൊരിന്ത്യർക്ക് 1-ാം ലേഖനം 14-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പ്രത്യേകം എഴുതിയിരിക്കുകയാണ്, അന്യഭാഷയെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ കൂടി വരിക്കുന്ന ഭൂരിഭാഗം ദൈവമക്കളും അവർ പെന്തിക്കോസ്തുകാർ ദൈവമക്കളാണല്ലോ. അതുകൊണ്ട് ദൈവാത്മാവിൽ ഞാൻ ആ കാര്യം നിങ്ങളെ ആ സംശയം മാറ്റി തരാം. 1-14 വാക്യം വായിക്കാം. ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അതിന്റെ മുകളിലത്തെ വാക്യം ഇവിടെ നിന്ന് വായിക്കണേ. ഔവണ്ണം നിങ്ങളും ആത്മവരങ്ങളെ കുറിച്ച് വാഞ്ചയുള്ളവരാകയാൽ സഭയുടെ ആത്മീയ വർധനയ്ക്കായി സഫലന്മാരാകുവാൻ ശ്രമിപ്പീൻ. അടുത്ത വാക്യം. അതുകൊണ്ട് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ വ്യാഖ്യാനവരത്തിനായി പ്രാർത്ഥിക്കട്ടെ. അടുത്തത്. ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എന്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, എന്റെ ബുദ്ധിയോ അഫലമായിരിക്കുന്നു. 2 പ്രാർത്ഥനയുണ്ട്. ഒന്ന് അന്യഭാഷയിലുള്ള പ്രാർത്ഥനയുണ്ട്, നമ്മുടെ ബുദ്ധിയിലുള്ള പ്രാർത്ഥനയുണ്ട്. ഇവിടെ ഇവിടുന്ന് ആരംഭത്തിൽ ദൈവദാസന്മാർ മുമ്പോട്ട് കടന്നു പ്രാർത്ഥിച്ചു. അത് ബുദ്ധിയുടെ പ്രാർത്ഥനയാണ്, ആത്മാവിൻ്റെ പ്രേരണയാലുള്ള പ്രാർത്ഥനയാണ്. പക്ഷെ അത് എന്തുകൊണ്ടല്ല, അവർ ആത്മാവിലെ പ്രാർത്ഥന എന്നല്ല. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവൻ ആത്മാവുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, അവന്റെ ബുദ്ധിയോ അബലമായിരിക്കുന്നു. അടുത്ത വാക്യം. ആകയാൽ എന്ത്? ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. 2 പ്രാർത്ഥനയും ദൈവമക്കൾ മനസ്സിലാക്കിക്കോണം. ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കുന്നവർ കൂടുതലും ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുമ്പോഴായിരിക്കും പ്രാർത്ഥിക്കുന്നത് നല്ലത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് കൂടി വരുമ്പോൾ അന്യഭാഷ വരണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, തെറ്റിദ്ധരിക്കരുത്. ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. പിന്നെ അടുത്തത്, ആത്മാവ് കൊണ്ട് പാടും, ബുദ്ധി കൊണ്ടും പാടും. അത് ഇവിടെ ആദ്യം ബുദ്ധി കൊണ്ട് പാടി, പിന്നീട് ആത്മാവ് കൊണ്ടും പാടി. എല്ലാവരും പാടുന്നില്ലെങ്കിലും കുറച്ച് പേരെങ്കിലും പാടി. ദൈവത്തിന് സ്തോത്രം. ആത്മാവ് കൊണ്ട് പാടും, ബുദ്ധി കൊണ്ടും പാടും. അതിൻ്റെ അർത്ഥം ആത്മാവ് കൊണ്ട് പാടുമ്പോൾ അന്യഭാഷയിൽ പാടും, ബുദ്ധി കൊണ്ട് പാടുമ്പോൾ നമുക്ക് അറിയാവുന്ന പാട്ട് അറിയാവുന്ന ലാംഗ്വേജിൽ, അത് ഇംഗ്ലീഷ് ആയാലും മലയാളമായാലും അത് ഹിന്ദി ആയാലും ഏത് ലാംഗ്വേജ് ആയാലും അത് ബുദ്ധി കൊണ്ട് പാടും. അടുത്ത വാക്യം. അല്ല, നീ ആത്മാവ് കൊണ്ട് സ്തോത്രം ചൊല്ലിയാൽ ആത്മവരമില്ലാത്തവൻ നീ പറയുന്നു. ആത്മാവ് കൊണ്ട് സ്തോത്രം പ്രാർത്ഥിക്കുന്നത് വരെ സ്തോത്രം ചെയ്യുന്നവരെ. ആത്മാവ് കൊണ്ട് സ്തോത്രം പറഞ്ഞാൽ ആത്മവരമില്ലാത്തവൻ നീ പറയുന്നത് തിരിയാതിരിക്കെ. ആത്മാവ് കൊണ്ട് സ്തോത്രം ചെയ്യുമ്പോൾ അന്യഭാഷയിലാണ് പറയുന്നത്. അതുകൊണ്ട് കേൾക്കുന്നവർക്ക് എന്ത് ചെയ്തില്ല, മനസ്സിലാകത്തില്ല. നീ പറയുന്നവർക്ക് തിരിയാതിരിക്കെ നിന്റെ സ്തോത്രത്തിന് അവർ എങ്ങനെ ആമേൻ പറയും. നിങ്ങൾ നന്നായി സ്തോത്രം ചൊല്ലുന്ന സത്യമാണ്. മറ്റവൻ ആത്മീയ വർധന വരുന്നില്ല താനും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ദൈവമക്കളെ നമ്മൾ പ്രത്യേകം ഓർക്കണം, അന്യഭാഷയിൽ നമ്മൾ പാടുമ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ, അന്യഭാഷയിൽ പാടുമ്പോൾ, അന്യഭാഷയിൽ ആരാധിക്കുമ്പോൾ. പക്ഷേ താഴോട്ട് വായിക്കാൻ പറയുന്നു, ഞാൻ എന്തെങ്കിലും പ്രസംഗിക്കുന്നെങ്കിൽ ബുദ്ധി കൊണ്ട് 5 വാക്ക് പറഞ്ഞാൽ. ഞാൻ ഇന്ന് രാത്രി ഇവിടെ എഴുന്നിട്ട് പ്രസംഗിക്കുന്നത്, ആര് പ്രസംഗിച്ചാലും അവർ ബുദ്ധി കൊണ്ടാണ് പ്രസംഗിക്കുന്നത്. എന്നാൽ ബുദ്ധിയുടെ പ്രമാണം എന്ന് പറഞ്ഞുകൊണ്ട് ചിലർ തള്ളിക്കളയുന്ന അവസ്ഥയുണ്ട്. അല്ല, ആത്മാവിൻ്റെ ഗൈഡൻസിൽ ബുദ്ധി കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് ബുദ്ധി. അന്യഭാഷയിൽ പ്രസംഗിക്കുന്ന വേദത്തിൽ എഴുതിയിട്ടില്ല, ആത്മാവിൽ പ്രസംഗിക്കുന്ന എഴുതിയിട്ടില്ല. ആത്മാവിൽ എന്ത് ചെയ്യുന്നു? അവൻ പ്രാർത്ഥിക്കുന്നുണ്ട്, പാടുന്നുണ്ട്, അവൻ കർത്താവിനെ ആരാധിക്കുന്നുണ്ട്, സ്തോത്രം പറയുന്നുണ്ട്. എന്നാൽ ബുദ്ധി കൊണ്ട് പറയുക മാത്രമേ പ്രസംഗം നടക്കത്തുള്ളൂ. ഞാൻ എഴുന്നേറ്റ് കുറച്ച് അന്യഭാഷ പറഞ്ഞാൽ നിങ്ങളെല്ലാം ഇവിടെ ഞാൻ മിഴക്കിച്ചാൽ നോക്കിയിരിക്കും. അതല്ല, അതുകൊണ്ടാണ് ബുദ്ധി കൊണ്ട്, നിങ്ങൾക്ക് ഗ്രഹിക്കേണ്ടതിന് ബുദ്ധി കൊണ്ട് നമ്മൾ പ്രസംഗിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പിന്നെ പരിശുദ്ധാത്മാവിനെ ഇത് പറഞ്ഞാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളെല്ലാവരെക്കാളും അധികം ഞാൻ അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തിന് സ്തോത്രം ചെയ്യും. അതുകൊണ്ട് ദൈവമക്കളെ, അന്യഭാഷ നമ്മുടെ സഭകളിൽ വിലക്കരുതെന്ന് മാത്രമല്ല, അന്യഭാഷയുള്ള ആരാധനയുണ്ട്, അത് സാക്ഷാൽ അന്യഭാഷ ആയിരിക്കണം. ഏതെങ്കിലും ഉപരിപ്ലവം കൊണ്ടുണ്ടാക്കുന്ന ഒരു അന്യഭാഷ അല്ല നമുക്ക് വേണ്ടത്. മറ്റുള്ളവർ പറഞ്ഞ് നമ്മളെ പറയിപ്പിക്കുന്ന അന്യഭാഷയല്ല വേണ്ടത്. ഒരു ഇമോഷണലായിട്ടുള്ള വിഷയമല്ല നമുക്ക് വേണ്ടത്. ആത്മാവ് നിറഞ്ഞവരായി ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തുനിന്ന് കർത്താവിനെ സ്തുതിക്കുന്ന സ്തുതിയുടെയും ആരാധനയുടെ മുമ്പിൽ ദൈവത്തിൻ്റെ സ്വർഗീയമായി തീയിറങ്ങുവാൻ തവണ ഇടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനത്തെ ആരാധന ഒരു പാട്ടുകൊണ്ട് നിൽക്കത്തില്ല, അവർ കത്തിക്കൊണ്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കും. ദൈവത്തിൻ്റെ പൈതലെ, ഞാൻ കഴിഞ്ഞ രാത്രി ഓർപ്പിച്ച പോലെ, നാം നടക്കുമ്പോഴും നാം ജോലി ചെയ്യുമ്പോഴും നാം എന്ത് ചെയ്യുമ്പോഴും നിന്റെ ഹൃദയം ദൈവസന്നിധി പകർന്നുകൊണ്ടിരിക്കുന്നെങ്കിൽ,
അന്യതാ ചിന്തകൾക്ക് നീ സ്ഥാനം കൊടുക്കാതെ ദൈവത്തിൻ്റെ ദൈവികമാകുന്ന വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും നീ ആത്മാവിൽ ആരാധിച്ച് ബലപ്പെടും. അങ്ങനെ ഒന്ന് ജീവിച്ച് നോക്കി, നിന്റെ മേൽ ഒരു ബന്ധനവും ശേഷിക്കയില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി നീ ബന്ധനത്തിന് ഹല്ലേലൂയ കീഴ്പ്പെട്ടിരിക്കുന്നെങ്കിൽ ഞാൻ കർത്താവിൻ്റെ ആത്മാവിൽ പറയട്ടെ, ഇന്ന് രാത്രി നിന്റെ ബന്ധനം അഴിഞ്ഞ് നീ ഇവിടുന്ന് കടന്നു പോകാവൂ. എന്തുകൊണ്ടോ ഇവിടെ പരിശുദ്ധാത്മാവിന്റെ വ്യാപാര ശക്തി വ്യക്തികളുടെ മേൽ വരുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി, അതിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഇപ്പം നമുക്ക് എല്ലാവരും കൂടെ ഒന്ന് ഒരു പാട്ട് പാടി ഒന്ന് ആത്മാവിൽ ശക്തിപ്പെടാൻ തക്കണം കർത്താവ് സഹായിക്കുമാറാകട്ടെ. എല്ലാവരും കൂടെ അതിന് ചേർന്ന് ഹല്ലേലൂയ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിട്ടുള്ള പാട്ട്. പ്രൈസ് ദി ലോർഡ്. എളുപ്പം എല്ലാവരും നമുക്കറിയാവുന്ന പാട്ടാണ്. എല്ലാവരും കൂടെ ചേർന്ന് പാടി കർത്താവിനെ ഒന്ന് ആരാധിക്കണം. അങ്ങനെയെങ്കിൽ ഇവിടെ ആരാധന കഴിയുമ്പോൾ ചില വിടുതൽ നടക്കണം. അത് വിശ്വസിക്കുന്ന ഈ മക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എല്ലാവരും കൂടി ചേർന്ന് നമുക്കൊന്ന് പാടാം. ദൈവത്തിനെ സ്തോത്രിക്കുന്നു. ഈ പാട്ട് പാടുന്ന സമയത്ത് ഓഫറിംഗ് സ്വീകരിക്കുക കൂടെ ചെയ്യാമല്ലോ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ, ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ, ആദിയിലെന്ന പോലാത്മാവേ അമിതബലം തരണേ, ആദിയിലെന്ന പോലാത്മാവേ അമിതബലം തരണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ, സാത്താന്റെ ശക്തിയെ ജയിച്ചിടുവാൻ, ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ, സാത്താന്റെ ശക്തിയെ ജയിച്ചിടുവാൻ, ധീരതയോടു സേവ ചെയ്യുവാൻ അഭിഷേകം ചെയ്തിടണേ, ധീരതയോടു സേവ ചെയ്യുവാൻ അഭിഷേകം ചെയ്തിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. കൃപകളും വരങ്ങളും തുളിച്ചിടുവാൻ, വചനത്തിലേറി വളർന്നിടുവാൻ, കൃപകളും വരങ്ങളും തുളിച്ചിടുവാൻ, വചനത്തിൽ വേറി വളർന്നിടുവാൻ, പിൻമഴയെ വിണ്ടുമയക്കിണമേ പിൻജലമുണർന്നിടുവാൻ, പിൻമഴയെ വിണ്ടുമയക്കിണമേ പിൻജലമുണർന്നിടുവാൻ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ, ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ, ആദിയിലെന്ന പോലാത്മാ
പകർന്നിടണേ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ ലോകത്തിൻ മോഹം വിട്ടോടിയിടുവാൻ സാത്താന്റെ ശക്തിയെ ജയിച്ചിടുവാൻ ലോകത്തിൻ മോഹം വിട്ടോടിയിടുവാൻ സാത്താന്റെ ശക്തിയെ ജയിച്ചിടുവാൻ ധീരതയോടും സേവ ചെയ്യുവാൻ അഭിഷേകം ചെയ്തിടവേ ധീരതയോടും സേവ ചെയ്യുവാൻ അഭിഷേകം ചെയ്തിടവേ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ നിന്മഴയെ വിട്ടുമയക്കുന്നേ നെഞ്ചനമുണർന്നിടുവാൻ നിന്മഴയെ വിട്ടുമയക്കുന്നേ നെഞ്ചനമുണർന്നിടുവാൻ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ അവിടുത്തെ കർത്താവേ നീ അറിയുന്നു അവിടുത്തെ കർത്താവേ നീ അറിയുന്നു എല്ലാവർക്കും സ്വന്തമായിരിക്കാൻ തുടരും. കർത്താനദാസൻ ശുശ്രൂഷിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിക്കും. ഇന്ന് രാത്രി നമ്മുടെ ബലഹീനത മാറി ആ ശക്തിയെ പ്രാപിക്കുന്നവരായി തീരുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഈ പരിശുദ്ധാത്മാവ്, ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഇറങ്ങാൻ സമയമില്ലെങ്കിലും, പുതിയ നിയമസഭയിൽ സഭ ശുശ്രൂഷിക്കുന്ന നാം എല്ലാവരും അഭിഷക്തന്മാരാണ്. ഇവിടെ എല്ലാ വിശ്വാസികളും അഭിഷക്തന്മാരായിരിക്കണം. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് അതിൻ്റെ അഭിഷക്തന്മാരായിരിക്കുന്നവർക്ക് മാത്രമേ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, പുതിയ നിയമസഭയിൽ നമുക്ക് അംഗത്വം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാ പുതിയ നിയമ വിശ്വാസികളും കർത്താവ് സന്നിധിയിൽ രാജകീയ പുരോഹിതന്മാരാണ്. പഴയ നിയമത്തിൽ രാജാക്കന്മാർക്ക് അഭിഷേകമുണ്ട്, പുരോഹിതന്മാർക്ക് പ്രത്യേക അഭിഷേകമുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനെ പകർന്നുകൊണ്ട് നമ്മെ രാജകീയ പുരോഹിതന്മാരാക്കി തീർത്തിരിക്കുകയാണ്. അങ്ങനെ രാജകീയ പുരോഹിതന്മാരാക്കി തീർത്തിരിക്കണമെങ്കിൽ ഏത് ശുശ്രൂഷ ചെയ്യുന്നവരും നിശ്ചയമായിട്ടും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരായിരിക്കണം. എൻ്റെ കൊച്ചു പ്രായത്തിൽ ഞാൻ കുമ്പനാട്ട് പോകുമ്പോൾ, ഞാൻ ഇതിനു മുമ്പും ഇവിടെ എവിടെയോ പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ കുമ്പനാട്ട് പോകുമ്പോൾ എൻ്റെ പിതാവിനോട് ഒരുമിച്ച് എനിക്ക് അന്ന് 10 വയസ്സ് 11 വയസ്സ് പ്രായമേ ഉള്ളൂ. ഞാൻ അവിടെ പോകുമ്പോൾ കുമ്പനാട്ട് കൺവെൻഷന് ഈ പന്തൽ അന്നൊക്കെ ഇന്ന് കൂലിക്കൊടുക്കല്ല, അന്നെല്ലാം വിശ്വാസികൾ വന്ന് പന്തൽ കുഴി കുത്തി പന്തലിട്ട് അത് ഒരാഴ്ച 2 ആഴ്ച മുമ്പേ ഈ പന്തലിൻ്റെ പണി തുടങ്ങും. അങ്ങനെ നടക്കുമ്പോൾ ഒരു സഹോദരനോട് സ്തോത്രം 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 പറഞ്ഞിങ്ങനെ കുഴി കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഗയ്യബ്രാം സാർ അഥവാ സാറപ്പച്ചൻ അവിടെ വന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു,
എന്താ സഹോദര സ്തോത്രം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നീ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചല്ലേ എന്ന് ചോദിച്ചു. ഇല്ലപ്പച്ച ഞാൻ കാത്തിരിക്കുകയാണെന്ന്. അങ്ങനെയാണെങ്കിൽ കുഞ്ഞെ കുഴികുത്തണ്ട, നീ അവിടെ പോയി ഹോളിനകത്ത് ദൈവമക്കൾ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, പോയി പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ട് നീ വന്ന് കുഴികുത്തിയാവേ എന്ന് പറഞ്ഞു. ഇതെൻ്റെ ചെവിക്ക് കേട്ട വിഷയം, എൻ്റെ കൊച്ചു പ്രായത്തിൽ ഞാൻ കണ്ട വിഷയമാണ്. അതായിരുന്നു അന്നത്തെ കാലത്തെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും അന്നത്തെ കാലത്തെ പഠിപ്പിരുമെന്ന് ഓർത്തിട്ട് ഇന്ന് രാത്രി ദൈവമക്കൾ ഓർത്തോണം, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്ത ഒരു വ്യക്തിക്കും സഭയിൽ യാതൊരു ശുശ്രൂഷയും ചെയ്യുവാൻ അവകാശമില്ല. അവൻ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ട് വേണം അവനെ കൊണ്ട് ശുശ്രൂഷിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നപ്പോൾ അങ്ങനെ വിശദീകരിക്കുന്നില്ല. ഇവിടെ ഈ ന്യായാധിപനാകുന്നതാ സ്വന്തം ശിംശോൻ, അവനെ ഇവിടെ നോക്കിയാട്ട് ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. ഈ ശിംശോനെ വല്ല വിധത്തിലും തകർത്ത് കളവാനാണ് പരിശുദ്ധ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഉദ്ദേശം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ഓർത്തോണം, നാം ഓരോരുത്തരും കർത്താവിൻ്റെ നാസീറാണെങ്കിൽ നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് ശക്തിയെ പകർന്നിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ശക്തിയെ ഇല്ലാതാക്കണമെന്നാണ് ഇത് പിശാചിന്റെ ആഗ്രഹം. നോക്കാട്ടെ, വായിച്ചാട്ടെ. അങ്ങനെ ദലീല ശിംശോനോട്, നിന്റെ മഹാശക്തി ഏതിലാകുന്നു? വളരെ ശ്രദ്ധിച്ച് പറയും, നിന്റെ മഹാശക്തി ഏതിലാകുന്നു? പഴയ നിയമത്തിൽ വന്നും പോയിക്കൊണ്ടിരുന്ന പരിശുദ്ധാത്മാവിനെയാണ് അവന് ലഭിച്ചിരുന്നതെങ്കിൽ പുതിയ നിയമവിശ്വാസികളാകുന്ന നമ്മുടെ മേൽ വന്നും പോയിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ അല്ല, നമ്മുടെ ഉള്ളിൽ എന്നേക്കും സ്ഥിരമായി വസിപ്പാൻ അവൻ പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ദൈവമക്കൾ ഓർത്തോണം, 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്ര എന്ന് വരേണ്ടതിന് ഈ മൺകൂടാരങ്ങളിൽ അതിൽ പകർന്നിരിക്കുന്നുവല്ലോ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന യുവമക്കളെ, നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ നമ്മൾ അവഗണിക്കരുത്. ഇത് അത്യന്ത ശക്തിയാണ്, ഇത് അത്യന്ത ശക്തിയാണ്, ഇത് അത്യന്ത ശക്തിയാണ്. ഈ അത്യന്ത ശക്തി വ്യാപരിക്കുന്നിടത്ത് ദുഷ്ടന്റെ യാതൊരു തീയമ്പോഴും ഫലിക്കയില്ല. ഇന്ന് രാത്രി ഈ അത്യന്ത ശക്തി നിന്റെ മേൽ വ്യാപരിപ്പെട്ടവൻ എവിടെയാകുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ശിംശോന്റെ മേൽ അത്യന്ത ശക്തി, ഈ മഹാശക്തി പ്രാപിച്ചതിന്റെ ഫലമായി ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഈ മഹാശക്തി ഏതിലെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മഹാശക്തി ഏതിലെന്ന് നോക്കിയാൽ നമ്മുടെ കർത്താവുള്ള ആശ്രയത്താലും നമ്മിൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലുമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ശക്തിയെ നമ്മൾ ക്ഷയിപ്പിക്കുവാനായിട്ടാണ് സാത്താന്റെ തന്ത്രം. അടുത്ത വാക്യം വായിച്ചാൽ, നിന്റെ മഹാശക്തി ഏതിലാകുന്നു? ഏതിനാൽ നിന്നെ ബന്ധിച്ചൊതുക്കാം? ഏതിനാൽ നിന്നെ ബന്ധിച്ച് ഒതുക്കാം. ഇന്ന് രാത്രി ഓർത്തോണം, വിശ്വാസികളെ നമ്മെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികൾ മാത്രമല്ല, സാത്താനെ കുറിച്ച് കർത്താവ് യേശുവിനെ പറഞ്ഞു, അവൻ അറുപ്പാനും മുടിപ്പാനും നശിപ്പിപ്പാനുമായി വരുന്നു. ജീവിതങ്ങളെയെല്ലാം ബന്ധിച്ചൊതുക്കുവാനായിട്ടാണ് അവൻ്റെ ആഗ്രഹിക്കുന്നത്. അവൻ്റെ ബന്ധനത്തിലിരിക്കുന്നവരെ അവൻ ഒതുക്കിയിട്ടിരിക്കുക. എന്നാൽ വിശ്വാസികളാകുന്നവരെയും അവരെ ബന്ധിച്ചൊതുക്കുവാൻ ശ്രമിക്കുന്ന ഒരു ലോകം അല്ലെങ്കിൽ ഒരവസ്ഥയാണ് ഈ അന്ത്യകാലത്തുള്ളതെന്ന് നമ്മൾ പ്രത്യേകം അറിഞ്ഞുകൊള്ളണം. നാം ആത്മാവിൽ നിറഞ്ഞ് ആരാധിച്ച് മുൻപോട്ട് പോകുമ്പോൾ നമ്മെ എങ്ങനെ ബന്ധിച്ചൊതുക്കാം, എന്തിനാ ഈ ബന്ധിച്ചൊതുക്കാൻ നോക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ഉദാഹരണം അങ്ങ് പറഞ്ഞേക്കാം. ഞങ്ങൾ വാഴമുട്ടത്തിൻ്റെ അടുത്ത്, പത്തനംതിട്ടയിലുള്ള വാഴമുട്ടത്തിൻ്റെ അടുത്ത് ഒരു വീട്ടിലിങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, അതുകൊണ്ട് ഒരു 10-20 വർഷത്തിന് മുമ്പ് നിങ്ങളെല്ലാവരും കേട്ട് കാണും, മലയാറ്റൂർ എന്ന് പറയുന്ന മലയാലപ്പുഴ ഒരു വലിയ ബസ് ആക്സിഡൻ്റ് ഉണ്ടായി, 10-60 പേര് മരിച്ച് ഒരു സംഭവം. ഈ സംഭവം ഉണ്ടായിക്കഴിഞ്ഞ് അവരവിടെ ഈ പ്രശ്നമെല്ലാം വെപ്പിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഒരു വലിയ മന്ത്രവാദം അവിടെ മലശ്ശേരി മുക്കിൻ്റെ അവിടെ നിന്ന് അടുത്ത് വട്ടക്കുളഞ്ഞി എന്ന് പറയുന്ന ഒരു വീട്ടിൽ ഒരു വലിയ മന്ത്രവാദം നടക്കുന്നുണ്ട്. ആ മന്ത്രവാദത്തിൻ്റെ ശക്തി കൊണ്ട് നമ്മുടെ ദേവിക്ക് ഇവിടെ ഇരിക്കാൻ വയ്യാന്ന് പറയും. നടന്ന സംഭവം നിങ്ങളുടെ അഡ്രസ്സ് അത് ഞാൻ പറയുന്നത്, അതിനാൽ നിങ്ങൾ എഴുതി ചോദിച്ചു വയ്ക്കൂ. ഉപദേശിമാർ പറയുന്ന പോലെ എന്തെങ്കിലും പറഞ്ഞ് നിങ്ങളെ കബളിപ്പിക്കാൻ പറയാല്ലേ. അതനുസരിച്ച് ഒരു ചില വ്യക്തികൾ അവിടെ വന്നു. ഈ വട്ടക്കുളഞ്ഞി ജോർജിൻ്റെ വീട് നോക്കി അന്വേഷിച്ച് വന്നിട്ട് പറഞ്ഞു, നിങ്ങളിവിടെ ഈ വലിയ മന്ത്രവാദം ചെയ്യുന്നല്ലോ, ഈ ആ മന്ത്രവാദം നിർത്തണമെന്ന്. ഞങ്ങൾ മന്ത്രവാദം ചെയ്യുന്നില്ല, ഞങ്ങളുടെ കർത്താവിനെ ആരാധിക്കുന്നതേ ഉള്ളെന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞു അവർ പറഞ്ഞു, ഈ ആരാധന ഇവിടുന്ന് മാറ്റണം, ഞങ്ങളുടെ ദേവിക്ക് അവിടെ നിൽക്കാൻ വയ്യാൻ. ഒരു കാര്യം ഓർത്തോണം, ഇന്ന് ദൈവമക്കൾ പിശാചിനെ പിടിച്ചു നടക്കുക. ശരിയായ ആത്മാവിനെ പ്രാപിക്കാമെങ്കിൽ ഒരൊറ്റ പിശാചും ദൈവത്തിൻ്റെ പൈതൽ നിന്റെ മുമ്പിൽ നിൽക്കയില്ല. സ്തോത്രം, സ്തോത്രം. യോശുവോട് പറഞ്ഞു, നിന്റെ ജീവകാലത്ത് ഒരു ശത്രുവും നിന്റെ മുൻപിൽ നിൽക്കയില്ല. ഇവിടെ പ്രവാചകന്മാർ വന്നാൽ ഒരു കാര്യം ചെയ്തേക്കാം, പറഞ്ഞേക്കാം, നിങ്ങൾ പാവപ്പെട്ട മനുഷ്യരെ വഞ്ചിക്കരുത്. സ്തോത്രം.
നിങ്ങളിവിടെ വന്ന് വല്ലതും വാങ്ങിച്ചുകൊണ്ട് പോയിക്കൂ. പക്ഷെ പാവപ്പെട്ട ദൈവമക്കളെ ഇത് പിശാചുണ്ടെന്ന്, ബന്ധനമുണ്ടെന്ന് പറഞ്ഞ്, ബന്ധനത്തിന് കീഴ്പ്പെടുന്ന് പറഞ്ഞ് അവനെ വഞ്ചിക്കരുത്. അങ്ങനെ ബന്ധനം ഉണ്ടെങ്കിൽ അഴിച്ചേച്ച് പോയിക്കോണം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അഴിക്കാനുള്ള മാർഗം എൻ്റെ കയ്യിലും നിങ്ങളുടെ കയ്യിലുമല്ല. അഴിക്കാനുള്ള മാർഗം നാം ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചാൽ, നിശ്ചയമായിട്ട് നിന്റെ ബന്ധനം അഴിഞ്ഞു മാറുക തന്നെ ചെയ്യും. നീ ബന്ധനം തിരിപ്പാൻ നിന്റെ ഉടയവൻ നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി കേൾക്കുന്ന വചനത്തിന് അനുസരണം കൊടുക്കുന്നെങ്കിൽ, അല്ല നിന്റെ ഭവനത്തിൽ ചെല്ലുന്നതിന് മുമ്പ് നിന്റെ ബന്ധനം അഴിഞ്ഞിരിക്കും എന്നുള്ളത് 100% അഷുറൻസ് ഞാൻ തരികയാണ്. പ്രൈസ്. എൻ്റെ ദൈവം കള്ളം പറയുന്നവനല്ല. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവമക്കൾക്ക് നല്ല ഉറപ്പുണ്ടായിരിക്കണം. നീ ദൈവത്തിൻ്റെ ചട്ടങ്ങളും കൽപ്പനകളും വിധികളും കേട്ട് പ്രമാണിച്ച് നടന്നാൽ നിശ്ചയമായിട്ടും നിന്റെ ബന്ധനങ്ങളെ അവർ അഴിച്ച് മാറ്റിക്കൊള്ളും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന പോട്ട്. ശിംശോന്റെ മഹാശക്തി ഏതിലാണെന്ന് അവനറിയാം. മാത്രമല്ല അവനെ ബന്ധിച്ചെങ്ങനെ ഒതുക്കാമെന്നാണ് നോക്കുന്നത്. വിശ്വാസിയെ നിന്നെ ബന്ധിച്ചൊതുക്കുവാൻ നോക്കുന്ന പിശാച് ഊടാടി നടക്കുക. സ്തോത്രം. അതുകൊണ്ടാണ് പത്രോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൽ 8-ാം വാക്യത്തിൽ പറയുന്നത്, സാത്താൻ എന്ത് ചെയ്യുന്നു? അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു നോക്കിക്കൊണ്ട് ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുക. ജീവിക്കുന്ന ദൈവമക്കളെ തകർത്ത് കളവാൻ വിവിധ തന്ത്രങ്ങളുമായി അവൻ കടന്നു വരുമ്പോൾ അവൻ്റെ തന്ത്രങ്ങളെ നമ്മൾ വിവേചിച്ചറിഞ്ഞിട്ട് അവൻ്റെ മേൽ പൂർണ്ണ ജയമെടുക്കുവാൻ കർത്താവ് നമ്മോടുകൂടി ഉണ്ട്. അത് വിശ്വസിക്കുന്ന ഈ മക്കൾക്ക് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പരാജയപ്പെടുവാനല്ല നിന്നെ വിളിച്ചത്, ജയകരമായി ജീവിപ്പാനാണ് കർത്താവ് നിന്നെ വിളിച്ചത്. ദൈവത്തിന് സ്തോത്രം ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാം, ബന്ധിച്ചൊതുക്കാൻ നോക്കുക. ഉടനെ ദലീല ശിംശോനോട് ചോദിക്കുന്നു. അടുത്ത വാക്യം. ശിംശോൻ അവളോട്, ഒരിക്കലും ഉണങ്ങാതെ പച്ചയായ 7 ഞാണുകൊണ്ട് എന്നെ ബന്ധിച്ചാൽ. ഞാൻ വിശദീകരിക്കാൻ സമയമെടുക്കുന്നില്ല. സ്വതം ഈ വേണ്ടാത്തടത്ത് പോയി നിൽക്കുന്നതുകൊണ്ടാണ് അനേക വിശ്വാസികളുടെയും അഭിഷേകം അല്ലെങ്കിൽ അവരുടെ ശക്തി നഷ്ടപ്പെട്ടു പോകുന്നു. ദൈവത്തിൻ്റെ പൈതലേ, ഒരു ദൈവപൈതൽ നിൽക്കാവുന്ന സ്ഥലമുണ്ട്, ഇരിക്കാവുന്ന സ്ഥലമുണ്ട്, സംസാരിക്കാവുന്ന ഇടമുണ്ട്. ലോകജോലിക്കൊക്കെ പോയാലും കൊള്ളാം. നമ്മുടെ ദൈവത്തിൻ്റെ തിരുവചനത്തിൽ പഠിക്കുന്ന ദാനിയേലിനെ പോലെയും യോസേഫിനെ പോലൊക്കെ പാലിക്കേണ്ടതായ വേർപാട് ശരിക്കും പാലിച്ചുകൊണ്ട് നിൽക്കാമെന്നുണ്ടെങ്കിൽ അപ്രകാരമുള്ള ദൈവത്തിൻ്റെ പൈതലിൻ്റെ ശക്തി ഒരിക്കലും നഷ്ടപ്പെട്ടു പോവുകയില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യും. പലപ്പോഴും പലതിലും നമ്മൾ തെറ്റിപ്പോകുന്നവരാകുന്നതുകൊണ്ടാണ് പ്രശ്നമുള്ളത്. ഇന്ന് രാത്രി തെറ്റിപ്പോകുന്നവരെയാണ് കർത്താവിന് ആവശ്യമായിരിക്കുന്നത്, ജയമെടുക്കുന്നവരെയാണ് കർത്താവിന് ആവശ്യമായിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. എൻ്റെ നാഥനാകുന്ന യേശുവിൻ്റെ മുമ്പിൽ സകല മുഴങ്കാലും മടങ്ങുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം കർത്താവിൻ്റെ ജീവിതത്തിൽ ഒരു പരാജയം പോലും സംഭവിക്കാതെ എപ്പോഴും ജയമെടുത്തുകൊണ്ടിരുന്നു. നമുക്ക് അല്ല പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നതും പരിശുദ്ധാത്മാവിനെ നമ്മെ മുദ്രയിട്ടിരിക്കുന്നതും അങ്ങനെ ജയകരമായ അവസ്ഥയ്ക്ക് വേണ്ടി അറിഞ്ഞിട്ട് നമ്മൾ സാത്താൻ്റെ തന്ത്രങ്ങളിൽ വല്ലതിലും കുടുങ്ങിപ്പോയാൽ അപ്പോൾ തന്നെ മാനസാന്തരപ്പെട്ട് ദൈവസന്നിധി യഥാസ്ഥാനപ്പെട്ട് അവൻ്റെ മേൽ ജയമെടുക്കുന്നവരായി മാറുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. പോട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മെ ബന്ധിച്ചൊതുക്കുവാൻ അവൻ നോക്കുമ്പോൾ നമ്മൾ ഓർത്തുകൊള്ളേണ്ടത്, അന്നേരം ശിംശോൻ ഓർത്തിച്ചാൽ മതി, ഇവിടെ കൂടെ താമസിച്ചാൽ അല്ലെങ്കിൽ ഇനി ഇവിടെ താമസിച്ചാൽ എൻ്റെ മഹാശക്തി നഷ്ടപ്പെട്ടു പോകും. ഞാൻ ഒരു ദിവസം എൻ്റെ ഹൃദയം തുറക്കേണ്ടി വരും. ഇങ്ങനെ അധികം നാൾ കള്ളം പറഞ്ഞുകൊണ്ട് മുൻപോട്ട് പോകാൻ കഴിയത്തില്ല എന്നവൻ അറിഞ്ഞിട്ട് അന്ന് രാത്രി അവൻ ഓടിയാൽ അവൻ എത്ര ഭാഗ്യവാനായിരുന്നു. സ്തോത്രം. അതിന് പകരം ലോകത്തിൻ്റെയും ഇപ്പം പാട്ട് പാടിയപ്പോൾ ഞാൻ ഓർത്തു, ലോകത്തിൻ മോഹം അതിൻ്റെ വരി എങ്ങനെയായിരുന്നു? ഭാര്യ എങ്ങനെയായിരുന്നു? ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ സാത്താന്യ ശക്തിയെ ജയിക്കണമെങ്കിൽ എന്ത് വേണം? ഒന്ന് പറ സഹോദരന്മാരെ. സാത്താന്യ ശക്തി, സാത്താൻ്റെ പോക്കറ്റ് എല്ലാം എടുത്ത് പോക്കറ്റിൽ വെച്ചോണ്ട് നടക്കുക. ലോകത്തിൻ മോഹം എല്ലാം എടുത്ത് അകത്ത് വെച്ചോണ്ടാ സാത്താനെ ശാസിക്കുന്നത്. പോ സാത്താനെ, പോ സാത്താനെ. സാത്താൻ പോകൂ. സാത്താൻ പോകണമെങ്കിൽ സാത്താൻ്റെ അവകാശങ്ങൾ നിന്റെ ജീവിതത്തിൽ എടുത്ത് പറഞ്ഞു കളഞ്ഞ. ഇല്ലെങ്കിൽ റാഹേലിന് സംഭവിച്ച പോലെ നിനക്ക് സംഭവിക്കും. ലക്ഷ്യസ്ഥാനത്ത് എത്തുകയില്ല. വഴിയരി വിളിച്ച് നീ മരിച്ചു പോകാനിടയായി. ദൈവത്തിൻ്റെ പൈതല് ഭയപ്പെടുക, ഭയപ്പെടുക. നിന്റെ ഉള്ളിലുള്ള ലോകത്തിൻ്റെ മോഹങ്ങളെയും ലോകത്തുള്ള അട്രാക്ഷൻസും സഹോദരിമാരെ സഹോദരന്മാരെ ജീവിതത്തിൽ വിട്ടു കളഞ്ഞിട്ട് ദൈവത്തിൻ്റെ പ്രമാണത്തിനോട് നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തോണ്ട് എൻ്റെ മഹാശക്തി നഷ്ടപ്പെടുന്ന ഒരു വിഷയവും എനിക്ക് വേണ്ട കർത്താവേ എന്ന് പറവാൻ ഇടയാകുമാറാകട്ടെ. ദൈവത്തിൻ്റെ സ്വന്തം. ആ ശിംശോന്റെ പദത്തിൽ ഒരു അതുകൊണ്ടുണ്ട്. വായിച്ചാൽ ഒരിക്കലും ഉണങ്ങാതെ പച്ചയായ 7 ഞാണുകൊണ്ട് എന്നെ ബന്ധിച്ചാൽ എന്റെ ബലം ക്ഷയിച്ച് ഞാൻ ശേഷം മനുഷ്യരെ പോലെ ആകുമെന്ന് പറഞ്ഞു. പിശാചിന്റെ ആഗ്രഹം എന്തുവാ? നമ്മൾ ആരാണ്? ഇന്ന് രാത്രി എത്ര ദൈവങ്ങൾക്ക് പറയാൻ കഴിയും? ഞാനൊരു വിശുദ്ധനാണ്, അവൻ രക്തം കൊടുത്ത് തന്നെ വിലയ്ക്ക് മേടിച്ചതാണ്,
അവൻ രക്തത്താൽ എന്നെ കഴുകിയതാണ്. വിശ്വാസത്തോട് ധൈര്യമായിട്ട് പറയാവോ ദൈവമക്കളെ? നമ്മുടെ ഹൃദയത്തിൽ ഈ അധൈര്യം വരരുത്. സ്തോത്രം. രക്തം കൊടുത്ത് വിലയ്ക്ക് മേടിച്ചു. സ്തോത്രം, സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തി 28 വാക്യം വായിക്കുമ്പോൾ അവിടെ ആ കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. സ്തോത്രം. അവിടെ 1 കൊരിന്ത്യർ 6 അധ്യായത്തിലും ആ കാര്യം പ്രത്യേകം എഴുതി വെച്ചാണ്. അവൻ നമ്മെ വിലയ്ക്ക് മേടിച്ചിരിക്കാൻ ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലേ, ഞാനും നീയും ഒരുപോലെ യേശുവിന്റെ വിലയേറിയ പുണ്യാഹരകത്താൽ, നിഷ്കളങ്കരകത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. പത്രോസ് 1 സ്തോത്രം. നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത്, നിങ്ങളെ വിലയ്ക്ക് മേടിച്ചിരിക്കുന്നത് വെള്ളി പൊന്ന് മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവ ദൈവമക്കളാണെന്നുള്ള ഒരു ഉറപ്പും ധൈര്യവും ഇന്ന് രാത്രി ഉണ്ടെങ്കിൽ പിശാചിനോട് പറയണം, എന്റെ മേൽ തളിച്ചിരിക്കുന്ന രക്തം, എന്റെ മേൽ തളിച്ചിരിക്കുന്ന രക്തം സാത്താനേ, നിന്നെ 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിൽ വെച്ച് നിന്റെ തലയെ തകർത്തവന്റെ രക്തമാണ്. ഇന്ന് രാത്രി രക്തത്താൽ തളിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലേ, രക്തം ചെയ്യാം, രക്തം ചെയ്യാം. ഹല്ലേലൂയ. ദൈവജന രക്തത്തിൽ ആശ്രയിച്ചോളാം. സ്തോത്രം. ഇന്ന് രാത്രി രക്തത്തിൽ ആശ്രയിച്ചോളിരുന്നോളുക. നിന്റെ ബന്ധം ഇപ്പോൾ തന്നെ ഈ വർക്കത്താ വെടിയാകമാറാകട്ടെ. സ്തോത്രം, സ്തോത്രം. വിലയ്ക്ക് മേടിച്ചവൻ നിന്നെ വഴിയിൽ ഇട്ടേച്ചു പോകുന്നവനല്ല. വിലയ്ക്ക് മേടിച്ചവനെ ലക്ഷ്യസ്ഥാനത്ത് കൊണ്ട് എത്തിക്കുവാൻ ശക്തനാണ്, പ്രാപ്തനാണ്. അവൻ കൊണ്ട് എത്തിക്കുക തന്നെ ചെയ്യും. രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ച്, രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ഊതിടുമ്പോൾ വിറയ്ക്കുമേ. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുരാജ നാമത്തിനു ജയം ജയം എപ്പോഴും, യേശുരാജ നാമത്തിനു ജയം ജയം എപ്പോഴും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി രക്തം കൊണ്ട് അവൻ നമ്മെ മുദ്രയിട്ടിരിക്കുക. മാത്രമല്ല പരിശുദ്ധാത്മാവിനെയും അവൻ നമുക്ക് വീണ്ടെടുപ്പ് നാളിനായി നമ്മെ മുദ്രയിട്ടിരിക്കുക. ഈ 2 മുദ്രയെ കവഞ്ഞ് ഏത് ശക്തിക്ക് എന്ത് ചെയ്യുവാൻ തന്നെ കൊണ്ട് കഴിയും? സാത്താനോട് നാം വെല്ലുവിളിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദേശത്തിന്റെ പ്രഭുവിനോട്, ഈ ദേശത്തിന്റെ ദേശാധിപതിയോട് ധൈര്യമായിട്ട് വെല്ലുവിളിക്കുവാൻ, ഇന്ന് രാത്രി നിന്റെ വീണ്ടെടുപ്പിന്റെ ശ്രദ്ധ ഗ്രഹിക്കുവാൻ വിശ്വാസിയെ നിന്റെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിക്കുമാറാകട്ടെ. അവന്റെ അവകാശങ്ങൾ ഇന്ന് രാത്രി വിട്ടോടുവാൻ, ലോകത്തിന്റെ മോഹങ്ങളെ വിട്ടോടുവാൻ, ദലീലമായ മടികളെ വിട്ടോടുവാൻ ഇന്ന് രാത്രി തീരുമാനമെടുക്കുന്നെങ്കിൽ നിന്റെ മഹാശക്തി കുറഞ്ഞു പോകുകയില്ല. നിന്റെ മഹാശക്തി നിന്നെ വെളിപ്പെടുവാൻ നടപടിയായിത്തീരും. അന്യായ ബന്ധങ്ങളായി ജീവിതങ്ങളെ മുടിച്ചോടിക്കുന്ന മുടിവടകളായി ഏതെല്ലാം അന്യായ ശക്തികൾ, ദേശാധിപതി ശക്തികൾ ദൈവജനത്തിന്റെ പ്രത്യാശയെ കുറിച്ച് കളവാൻ ശ്രമിക്കുന്നുവോ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അവിടെ ജയമെടുക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം. ഇപ്പോൾ ശിംശോൻ പറയാണ്, ഞാൻ ശേഷം മനുഷ്യനെ പോലെയാണ്. ദൈവത്തിന്റെ പൈതലേ, പിശാചിന്റെ ഉദ്ദേശം എന്താണ്? നിന്നെ ശേഷം മനുഷ്യനെ പോലെ ആക്കണം. നമ്മൾ ആരാണ്? കർത്താവിന് വേണ്ടി. ഒന്ന് പറഞ്ഞിട്ട്, കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവർ, ഒരു വിശുദ്ധനായിരിക്കാൻ വേർതിരിക്കപ്പെട്ടവരാണെന്ന് ധൈര്യമുള്ളത് നമുക്ക് ഹല്ലേലൂയ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നീ ശേഷം മനുഷ്യനെ പോലാക്കാൻ ശത്രു ശ്രമിക്കുമ്പോൾ സാത്താനെ നിന്റെ തന്ത്രം പറ്റത്തില്ല. ഞാൻ ശേഷം മനുഷ്യനെ പോലാകത്തില്ലെന്ന് പറയാൻ ഒരു ധൈര്യം ഉണ്ടായിരിക്കണം. സ്തോത്രം. അതിന് ഒറ്റ മാർഗം, ശേഷം മനുഷ്യനെ പോലാക്കുവാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പിശാച് ഇവിടെ പ്രവർത്തിക്കുന്നതിനാൽ അവനെ വിട്ടോടുവാൻ. ഇസ്രയേലിന് പറ്റിയ ഒരു പരാജയം നമുക്കറിയാം. ന്യായാധിപന്മാരാൽ ഭരിക്കപ്പെട്ടു വരുമ്പോൾ ഈ ഇസ്രയേൽ ജനം പറയുകയാണ്, ഞങ്ങൾക്ക് അവസാനത്തെ ന്യായാധിപനാകുന്ന ശമൂവേലിന്റെ കാലത്ത് പറയാണ്, ഞങ്ങളെ ഭരിക്കുവാൻ ഞങ്ങൾക്ക് ജാതികളെപ്പോലൊരു രാജാവിനെ വേണം. ആത്മീയ ലോകത്തിന് പറ്റുന്ന വലിയ പരാജയം അവിടെ. ഞങ്ങൾക്ക് ജാതികളെപ്പോലാകണം.
പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ രോഗിയായിരിക്കുമ്പോൾ എൻ്റെ കൂട്ടുവേലക്കാരായ സഹോദരന്മാരെല്ലാം അവിടെ വന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിനെ ഒരു വലിയ ശുദ്ധീകരണത്തിലേക്ക് നടത്തിയ വിധങ്ങളായിരുന്നു. അവർ വന്നപ്പോൾ ഞാൻ അവരോട് എഴുന്നേറ്റിരുന്ന് ദൈവത്തിൻ്റെ വചനം സംസാരിക്കുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ചും യേശുക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ചും പറഞ്ഞു വരുമ്പോൾ ഈ ശിഷ്യന്മാരൊരു കാര്യം പറഞ്ഞു. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം, നമ്മൾ 22-ാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ 24 വാക്യം ഒന്ന് വായിച്ചു കഴിഞ്ഞു. തങ്ങളുടെ കൂട്ടത്തിൽ ആരെയാകുന്നു വലിയവനായി എണ്ണേണ്ടത് എന്നതിനെ ചൊല്ലി ഒരു തർക്കവും അവരുടെ ഇടയിലുണ്ടായി. എൻ്റെ ദൈവമേ, എവിടെ എക്കാലത്തോടൊരു പ്രശ്നമാണ്. ആരാ വലിയവൻ, ആരാ വലിയവൻ, ആരാ വലിയവൻ? ആത്മീയ ലോകത്തെ തകർക്കുന്ന ഒരു വല്ലാത്ത ശക്തിയാണ് വലിയവനാകാനുള്ള ആഗ്രഹം. ഞങ്ങളുടെ കൂട്ടത്തിൽ ആരെയാണ് വലിയവനെന്ന് ആക്കേണ്ടതെന്ന് അവരുടെ തർക്കവും വാദവും. കർത്താവ് ചത്തില്ല, ജീവനോടിരിക്കുന്നതേ ഉള്ളൂ. ഇനി മരിച്ചു കഴിഞ്ഞാൽ അടുത്ത വലിയവൻ ആരാണ്? പ്രശ്നം മൂത്തു. കർത്താവ് പറഞ്ഞ മറുപടി നോക്കണേ. അടുത്ത വാക്യം. അവനോ അവരോട് പറഞ്ഞത്, ജാതികളുടെ രാജാക്കന്മാർ അവർ. ജാതികളുടെ രാജാക്കന്മാർ ഇവർ ആരെ പോലാകാനാണ് ശ്രമിക്കുന്നത്? ജാതികളെ. ദൈവസഭയുടെ പ്രമാണത്തിൽ സ്തോത്രം ഇവനൊരു അധികാരം ഉപയോഗിച്ചല്ല. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പത്രോസ് ലേഖനം എഴുതുമ്പോൾ 1 പത്രോസ് 5-ാം അധ്യായത്തിൽ അതിൻ്റെ 2 മുതൽ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ആരും ഒന്ന് വായിച്ച കുഞ്ഞാത്തോടൊന്ന് വെള്ളപ്പൊന്ന് വായിച്ച് 1 പത്രോസ് 5-ന്റെ 1 മുതൽ. നിങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിനെ കൂട്ടാളിയുമായി ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവിൻ. നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാവണ്ണം. നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാവണ്ണം. മനഃപൂർവമായും ദുരാഗ്രഹത്തോടെ. ദൈവസഭയുടെ ഭരണം നടക്കേണ്ടത് അങ്ങനെയാണ്. മനഃപൂർവമായും ദുരാഗ്രഹത്തോടെയല്ല, ഉന്മേഷത്തോടെയും. നിങ്ങളുടെ കയ്യിൽ നിന്ന് വല്ലതും കിട്ടുമെന്ന് കരുതിയല്ല ഞങ്ങൾ നിങ്ങളെ ഭരിക്കേണ്ടത്. പിന്നെ ഉന്മേഷത്തോടെയും. ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ഒരു അധികാരം ഉപയോഗിക്കാനല്ല. പിന്നെ ആട്ടിൻകൂട്ടത്തിന് മാതൃകളായി തീർന്നുകൊണ്ട് അധ്യക്ഷത ചെയ്യുവീൻ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മാതൃകളായ ജീവിതം വിശ്വാസികൾക്കും വേലക്കാർക്കും എല്ലാവർക്കും വേണ്ട ഒരു അത്യന്താപേക്ഷിതമായ വിഷയമാണ് മാതൃകാ പീഠം. 1 അധ്യായത്തിൻ്റെ 6-ാം വാക്യം വായിക്കുമ്പോഴും അവിടെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ മക്കദോനിയുള്ള എല്ലാവർക്കും അവർ വിശ്വസിക്കുന്നവർക്ക് മാതൃകയുള്ളവരായിരുന്നു. മാതൃകാ ജീവിതം. ഈ ദുബൈയിലായിരിക്കും ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ഒരു മാതൃക. സഹോദരന്മാരെ വേഷത്തിലും ഭൂഷണത്തിലും സംസാരത്തിലും ഇടപാടുകളിലും മാതൃകാ ജീവിതം. മാതൃകാ ജീവിതം എത്ര ദൈവമക്കൾ ഏൽപ്പിച്ചു കൊടുക്കാൻ മനസ്സുണ്ടോ? ഈ വാസ്തവമായി ജയമെടുക്കാൻ പോവുകയാണ്. ശേഷം മനുഷ്യരെ പോലെ ആകുവാൻ, ശേഷം ജാതികളെ പോലെ ഞങ്ങൾക്കൊരു രാജാവിനെ വേണം. കർത്താവ് പറഞ്ഞ മറുപടി എന്നറിയാവോ? അവർ ശമൂവേലേ, നിന്നെയല്ല, ഞാൻ അവരെ ഭരിക്കാതെ വണ്ണം. ദൈവസഭയെ ഭരിക്കേണ്ടത് സ്വർഗസ്വനായ ദൈവം. ദൈവസഭയെ ഭരിക്കേണ്ടത്, എന്നോട് ക്ഷമിക്കണം, കമ്മിറ്റിയല്ല. ദൈവസഭയെ ഭരിക്കേണ്ടത് ലോകത്തിലെ വ്യക്തികളല്ല. ദൈവസഭയെ ഭരിക്കേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണമായിരിക്കണം. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നെങ്കിൽ നമ്മളുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ പണിയപ്പെടുന്ന ഒരു പണി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സാത്താൻ്റെ ആഗ്രഹം ശേഷം മനുഷ്യരെ പോലെ ജാതികളെ പോലെ നമ്മെ ആക്കുവാനാണെങ്കിൽ ഇന്ന് രാത്രി പറയണം, ഞങ്ങൾ ജാതികളെ പോലെ ആകുകയില്ല, ജാതികളുടെ പഴിയിൽ ഞങ്ങൾ പോകുകയില്ല. ഇവിടെ കർത്താവ് പറഞ്ഞ മറുപടി കൂടെ നോക്കിയാട്ട്, ആരെ ജാതികൾ അവരിൽ കർത്തൃത്വം നടത്തുന്നവരെ ഉപകാരികളെന്ന് പറയുന്നു. 22-ാം അധ്യായത്തിലെ വാക്യം ഞാൻ പറയുന്നത്. പിന്നെ ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളിൽ വലിയവനാകുവാൻ ഇച്ഛിക്കുന്നവരെല്ലാം ഇളയവനെ പോലെയും. ഇന്ന് രാത്രി ഇവിടെയുള്ള ദൈവമക്കളെല്ലാം ഞാൻ പറയട്ടെ, ഇവിടെ ചെറുപ്പ വലുപ്പ വ്യത്യാസം മാറ്റിവെച്ചിട്ട് വലിയവനാകുവാൻ ഇച്ഛിക്കുന്നവരെല്ലാം ഇളയവനെ പോലെയും, പിന്നെ നായകനാകുവാൻ ഇച്ഛിക്കുന്നവരെല്ലാം ശുശ്രൂഷിക്കുന്നവനെ പോലെയും ആകട്ടെ. ഇതാണ് ദൈവപ്രമാണം. ലോകത്തിന്റെ പ്രമാണം ഒരിടത്ത് ദൈവത്തിന്റെ പ്രമാണമല്ല. ലോകത്തിന്റെ പ്രമാണത്തിന്റെ ഓപ്പോസിറ്റാണോ ദൈവത്തിന്റെ പ്രമാണം? ആകയാൽ ദൈവസഭ ദൈവത്തിന്റെ പ്രമാണപ്രകാരം പണിയപ്പെടണമെങ്കിൽ നമ്മെ പലപ്പോഴും ശേഷം ജാതികളെ പോലാക്കുവാൻ, ശേഷം മനുഷ്യരെ പോലാക്കുവാൻ ദുഷ്ടനാകുന്ന പിശാചുപോലെ ശക്തമായി പോരാടുമ്പോൾ അവന്റെ തന്ത്രങ്ങളെ ഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ശേഷം മനുഷ്യരെ പോലെ പോകേണ്ട കർത്താവേ,
നിന്റെ ആലോചന പ്രകാരവും നിന്റെ ഗൈഡൻസിൽ, നിന്റെ നടത്തിപ്പിൻ കീഴിൽ നീ ഞങ്ങളെ ഭരിച്ചുകൊണ്ട് നടക്കുന്ന സഭകളായി മാറ്റുവാൻ ഇവിടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരെ കർത്താവ് സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവം നടത്തുന്ന സഭയ്ക്ക് പരാജയം വരികയില്ല. ദൈവം നടത്തുന്ന സഭയെ കർത്താവ് നോക്കിക്കൊള്ളും. സ്തോത്രം. ഞാൻ എൻ്റെ സഭയെ പണി. ഇവിടെ ശിംശോൻ പറയുകയാണ്, സ്തോത്രം, ഞാൻ ശേഷം മനുഷ്യനെ പോലെ ആയിത്തീരും. 3 പ്രാവശ്യം അവൻ കള്ളം പറഞ്ഞു. എൻ്റെ സഹോദര, കള്ളം പറയുന്ന സാഹചര്യമാണെങ്കിൽ എന്നിട്ട് ഓടിക്കോണേ. കള്ളം പറഞ്ഞ് നിന്റെ കൃപ പിന്നെയും നഷ്ടപ്പെടുത്താനല്ല ഇരിക്കേണ്ടത്. സ്വതം കർത്താവേ, ഞാൻ എൻ്റെ ലോകപരമായിട്ടുള്ള ജോലി ഉപേക്ഷിച്ചിട്ട് ലോകത്തിൽ ഒരു ബിസിനസ്സുമായിട്ട് മാവേലിക്കരയിരുന്നു. ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാം. ആ ബിസിനസ് ഇരിക്കുമ്പോൾ എനിക്കൊരു കാര്യം ധൈര്യമായിട്ട് പറയാൻ കഴിയായിരുന്നു. ഞാനൊരു കള്ളം എൻ്റെ ബിസിനസ്സിന് ലാഭത്തിന് വേണ്ടി അല്ല, ഒരു കാര്യത്തിന് കള്ളം പറയത്തില്ല. നഷ്ടം സഹിക്കേണ്ടി വന്നാലും ഞാൻ കള്ളം പറയത്തില്ലായിരുന്നു. അതെൻ്റെ ദേശത്തിന് ഒരു സാക്ഷ്യം പ്രാപിപ്പാൻ എൻ്റെ കർത്താവിനെ സഹായിച്ചിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ കൃപയാണ്, മിടുക്കല്ല. ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യം നിങ്ങൾ മാവേലിക്കരത്തിൽ ആരോടും ചോദിച്ചു. ഞാൻ ഒരു കള്ളം പറയില്ലെന്നുള്ള സാക്ഷ്യം എൻ്റെ ദൈവത്തിൻ്റെ കൃപയാൽ പ്രാപിച്ചെടുക്കാൻ കർത്താവിനെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദൈവമക്കളെ, നമുക്കൊരു സാക്ഷ്യം. ബോഷ്ക്ക് പറയുന്ന ഏവനുമുള്ള ഓഹരി തീയും ഗന്ധം കത്തുന്ന പൊയ്യമാകിയാൽ കള്ളം പറയുമെന്ന് നരകത്തിൽ പോകും. നീ വിശ്വാസിയ കാര്യമൊക്കെ ശരിയാ. കള്ളം പറഞ്ഞാൽ സഹോദരി, കള്ളം പറഞ്ഞാൽ നരകത്തിൽ പോവേ. അതുകൊണ്ട് ഓഫീസിലെ വല്ലതൊക്കെ മൂടിച്ചെടുത്തോട്ടൊക്കെ വന്നാൽ നരകത്തിൽ പോകുമെന്ന് ഓർത്തോണം കേട്ടോ. അതൊക്കെ ഓർത്തേച്ച് ഒരു വിശുദ്ധ ജീവൻ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നെങ്കിൽ ലോകത്തിൻ്റെ ഒരു കാര്യവും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ അന്യരും പരദേശികളുമായി പാർക്കുന്നു. ഇവിടെ പാർക്കുമ്പോൾ ഹല്ലേലൂയ, ലോകത്തോട് അനുരൂപപ്പെട്ടു പോകാനല്ല, യേശുവിനോട് അനുരൂപപ്പെട്ട് ജീവിപ്പാൻ ഇന്ന് രാത്രി തീരുമാനമെടുക്കാം. ശിംശോൻ 3 പ്രാവശ്യം കള്ളം പറഞ്ഞു. 4ാമത്തെ പ്രാവശ്യം അവൻ്റെ മനസ്സ് തുറന്നു, അവൻ്റെ രഹസ്യം പറഞ്ഞു. അവൻ്റെ പ്രതിഷ്ഠ നഷ്ടപ്പെട്ടു. പ്രതിഷ്ഠ നഷ്ടപ്പെട്ടപ്പോൾ ശക്തി അവനിൽ നിന്നും പുറപ്പെട്ടു പോയി. പ്രതിഷ്ഠ നഷ്ടപ്പെട്ടപ്പോൾ ശക്തി അവന്, പരിശുദ്ധാത്മാവിനെ നഷ്ടമാക്കുന്ന ജീവിതത്തിൽ ഒരു ചെറിയ കാര്യം പോലും എൻ്റെ ജീവിതത്തിൽ വേണ്ട കർത്താവേന്ന് ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുക്കുവാൻ എത്ര പേർ തയ്യാറാകും? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കണ്ണടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്നിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ചെറിയ കാര്യം പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുതെന്ന് എത്ര ദൈവമക്കൾ പ്രാർത്ഥിക്കും? എൻ്റെ രക്ഷ നഷ്ടപ്പെടുന്ന ഒരു ചെറിയ കാര്യം പോലും എനിക്കുണ്ടാകരുത്. എൻ്റെ കർത്താവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുന്ന ഒരു ചെറിയ കാര്യം പോലും എനിക്കുണ്ടാകരുത്. ഒരു വിശുദ്ധ ജീവിതം ചെയ്തുകൊണ്ട് എൻ്റെ യേശുവിൻ്റെ രക്തത്താൽ ഞങ്ങൾ കഴുകപ്പെട്ടവരായി ഹല്ലേലൂയ നിന്റെ പ്രമാണത്തിനനുസരിച്ച് മുൻപോട്ട് പോകാൻ എന്നെ ഒരു പ്രാവശ്യം സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നതെന്ന് എത്ര പേര് സമ്പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കും? എല്ലാ ദൈവങ്ങളും പ്രാർത്ഥിച്ചാട്ടെ, എല്ലാ ദൈവങ്ങളും പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് രാത്രി ഒരു വെറുതെ പ്രസംഗം കേട്ട് പോകാനല്ല, ഹല്ലേലൂയ സാക്ഷാലാകുന്നത് പോലെ ദൈവത്തിൻ്റെ വചനമായി നിങ്ങൾ കൈക്കൊള്ളുന്നെങ്കിൽ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനമായി പറ്റുവാനായി തീരും. അതുകൊണ്ട് നമുക്ക് എത്ര പേരെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കും. കർത്താവേ, ഞങ്ങൾക്ക് സാമാന്യ ജീവിതം നയിപ്പാനല്ല, ശേഷം മനുഷ്യരെ പോലെ പോകാനല്ല. സ്വതം 1 Corinthians 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ശേഷം ജാതികളാണ്. സ്തോത്രം. ശേഷം മനുഷ്യരെ പോലാകും. വിശ്വാസികളെ, ഈർഷ്യയും പിണക്കം ഉണ്ടെങ്കിൽ നീ ശേഷം മനുഷ്യനെ പോലാകും. നീ ദൈവമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവോ? യഹോവയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടവരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവോ? ശേഷം മനുഷ്യരെ പോലാകാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. എല്ലാവരും ചോദന ചെയ്താട്ട് നമുക്ക് നമ്മെ തന്നെ ഒന്ന് താഴ്ത്താം, നമ്മെ തന്നെ ഒന്ന് വിനയപ്പെടുത്താം, നമുക്ക് ഒന്നത്തൊന്ന് എളിമപ്പെടുത്താം. എൻ്റെ കർത്താവ് വരാറായി, എൻ്റെ കർത്താവ് വരാറായി. അവൻ്റെ വിശുദ്ധ സഭയെ ചേർക്കുവാൻ യേശു വരുന്നു. ഹല്ലേലൂയ. എത്ര ദൈവത്തെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കും. കർത്താവേ, നിന്റെ വരമെങ്കിൽ ഞാൻ നിന്നായി കാണുവാൻ എൻ്റെ ആത്മാവിനെയും എൻ്റെ പ്രാണനെയും എൻ്റെ ശരീരത്തെയും ഒന്ന് വിശുദ്ധീകരിക്കണമേ. ഇന്ന് രാത്രി എന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു പറയാൻ ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് എല്ലാവർക്കും കൂടെ ഹല്ലേലൂയ ആത്മാർത്ഥമായിട്ട് പാടാൻ കഴിയുമെങ്കിൽ എല്ലാവരും ഒന്ന് എഴുന്നേറ്റിട്ട് നമുക്കൊന്ന് പറയും പാടാം. മുറ്റും ഞാൻ ആത്മാർത്ഥമായിട്ട് പാടണം. നിന്റെ